ഇന്ന് രാത്രി നിന്റെ അഭിഷേകം മാറുന്നതിനെ തിരിച്ചറിഞ്ഞോട്ട്, ഇന്ന് രാത്രി നിന്റെ നിലവാരം മാറുന്നതിനെ തിരിച്ചറിഞ്ഞോട്ട്, നീ കരയുന്ന യെരമ്യാവല്ല, നീ തകർന്നതിനെ നോക്കി കരയുന്ന യെരമ്യാവല്ല, കുറുക്കന്മാർ സിയോനിൽ സഞ്ചരിക്കുന്നത് കണ്ട് മാറത്തടിക്കുന്ന യെരമ്യാവല്ല, വിലാപം എഴുതി ഞാൻ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ ദയ എന്ന് പറയുന്ന യെരമ്യാവല്ല. പകരം ഇനിയും നാം നിന്നാപാത്രമായിരിക്കാതെ വേണം എഴുന്നേറ്റ് പണിയുക. ആ ക്രൂശിനകത്തൊരു അധികാരമുണ്ട്, ആ ക്രൂശിനകത്തൊരു ശക്തിയുണ്ട്, ആ ക്രൂശിനകത്തൊരു ജയമുണ്ട്. ആ ക്രൂശിലെ രക്തം ഒഴുകുന്നത് കണ്ട് നീ കരയുകയല്ല, ആ രക്തത്തിനകത്താണ് നിന്റെ മുമ്പാകെ ഭൂതങ്ങൾ വീഴുന്നതെന്ന്, നിന്റെ മുമ്പാകെ ശാപങ്ങൾ അഴിയുന്നതെന്ന് നീ തിരിച്ചറിഞ്ഞ് നീ ആ ക്രൂശിന്റെ രക്തത്തിൽ ഇന്ന് വരെ പെന്തക്കോസിലെ ഒരു പാസ്റ്ററും ക്രൂശ് പറഞ്ഞ് കരയുന്നത്, ക്രൂശിന്റെ രക്തം പറഞ്ഞ് കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. പകരം ക്രൂശിന്റെ രക്തം പറയുമ്പോ ആറ്റം ബോംബിടുന്ന പവറില് പെന്തക്കോസുകാർ രക്തം പറയുന്നത്. അവന്റെ ശിരസ് തുടങ്ങി, എന്റെ കർത്താവിന്റെ ശിരസ് തുടങ്ങി കാൽപാദം വരെ വാർന്നൊലിച്ച ഓരോ തുള്ളി രക്തവ അത് ഞങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുക്കാനല്ല, ഞങ്ങളുടെ കണ്ണുനീര് തുടച്ചു കളയാൻ അതിനു വേണ്ടിയാണ് ആ രക്തം. കത്തോലിക്കന് ക്രൂശ് മലയാറ്റൂർ മലയിൽ കരഞ്ഞോണ്ട് പോകാനുള്ളതാ. പക്ഷെ പെന്തക്കോസുകാരന് ക്രൂശ് കരഞ്ഞോണ്ട് കയറാനുള്ള സ്ഥലമല്ല, കരഞ്ഞോണ്ട് കാണാനുള്ള സ്ഥലമല്ല. ക്രൂശ് ഇതിനകത്താണ് പിശാച് തകർന്നത്, ഇതിനകത്താണ് ശാപമഴിഞ്ഞത്, ഇതിനകത്താണ് ബന്ധനമഴിഞ്ഞത്, ഇതിനകത്താണ് പിശാചിന്റെ ആയുധവർഗങ്ങൾ പെട്ടിയിലാക്കിയത്. ഇന്ന് രാത്രി ക്രൂശിന്റെ വചനത്തിന് സ്തോത്രം പറ. പെന്തക്കോസുകാരൻ എലോഹി എലോഹി ലമാ ശബക്താനി എന്ന ഉറക്ക നിലവിളി കേൾക്കുമ്പോൾ പെന്തക്കോസുകാരൻ പറയോ, ഭൂകമ്പമുണ്ടായി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ച ഒരു ലഘു സന്ദേശത്തെ കൈമാറി പ്രാർത്ഥനയോടെ നമുക്ക് പിരിയുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇന്ന് രാത്രി കാലത്ത് നമ്മുടെ ധ്യാനത്തിനായി യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. സ്തോത്രം. വിശുദ്ധ യോഹന്നാൻ്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാൻ പ്രധാനമായി 5 പരാമർശങ്ങളാണ്, അഭിസംബോധനകളാണ് ഇവിടെ നൽകുന്നത്. ഒന്ന്, യോഹന്നാൻ വിളിക്കുന്ന ഒരു പേർ പ്രിയമുള്ളവരെ എന്നാണ് വിളിക്കുന്നത്. അതൊരാഗമാന സംബോധനയാണ്, പ്രിയമുള്ളവരെ. എന്നാൽ തട്ടുതട്ടായി നാം പഠിക്കുമ്പോൾ 4 വിഭാഗമായിട്ടാണ് താൻ സഭയെ കാണുന്നത്. ഒന്ന്, താൻ വിളിക്കുകയാണ് പിതാക്കന്മാരെ. രണ്ടാമതായി താൻ വിളിക്കുകയാണ് 3-ാം അധ്യായത്തിൽ സഹോദരന്മാരെ. മൂന്നാമതായി താൻ അഭിസംബോധന ചെയ്യുകയാണ് ബാല്യക്കാരെ. 4-ാമതായി താൻ അഭിസംബോധന ചെയ്യുകയാണ് കുഞ്ഞുങ്ങളെ. ഇങ്ങനെ 4 ഏജ് ലെവലിനെ, 4 ഘട്ടങ്ങളെയാണ് ദൈവസഭയ്ക്കകത്ത് യോഹന്നാൻ കാണുന്നത്. പിതാക്കന്മാർ, സഹോദരന്മാർ, ബാല്യക്കാർ, യൗവനക്കാർ. യോഹന്നാൻ ശുശ്രൂഷയുടെ നന്നേ ചെറിയ പ്രായത്തിൽ കർത്താവിനെ അനുഗമിച്ച് വാർദ്ധക്യവും ജരാനരകളും ബാധിക്കുന്ന സമയം വരെയും കർത്താവിന് വേണ്ടി അഹോരാത്രം അധ്വാനിച്ച ശ്രേഷ്ഠനായ ദൈവഭൃത്യൻ. ദൈവസഭയുടെ ആരംഭ നാളുകളിൽ, ആദിമ നൂറ്റാണ്ടിൽ കർത്താവായ യേശുക്രിസ്തുവിനെയും ദൈവസഭയുടെ ആരംഭത്തെയും പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയും ഒക്കെയും കണ്ടതായ ദൈവഭൃത്യൻ. ആ ദൈവഭൃത്യന് ഒരു വെളിപ്പാടുണ്ടായിരുന്നു. ഈ ദൈവസഭ എന്നുള്ളത്, ക്രിസ്തീയത എന്നുള്ളത് ഒരു പിതാക്കന്മാരുടെ കാലം കൊണ്ട് അവസാനിച്ചു പോകുന്നതല്ല, ഇതൊരു തലമുറ കൊണ്ട് അവസാനിക്കുന്നതല്ല, ഇത് തലമുറയായി നീണ്ടു നിൽക്കുന്നതാണ്. ലോകത്തിൽ ഉടലെടുത്തിട്ടുള്ള
എല്ലാ ഇസ്സങ്ങളും പ്രസ്ഥാനങ്ങളും ഒരു പുരുഷായുസിനപ്പുറം നീണ്ടു നിൽക്കാതെ അത് കാലഹരണപ്പെടുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ലോകത്തെ പിടിച്ചുലച്ച എത്രയോ സാമ്രാജ്യങ്ങൾ എഴുന്നേറ്റു. അവയൊക്കെയും ഒരു നൂറ്റാണ്ടിനപ്പുറം നീണ്ടു നിൽക്കാതെ അത് കാലഹരണപ്പെടുന്നതിനെ കാണുവാൻ കഴിഞ്ഞു. ഒന്നുകിൽ അത് അസ്തിത്വത്തിന് ക്ഷയം ബാധിച്ച് തകർന്നു പോകുന്നത്, അല്ലെങ്കിൽ സംഭവിക്കുന്നതായ യുദ്ധങ്ങളിൽ അവസാനിച്ചു പോകുന്നത്. ലോകത്തെ കീഴ്മേൽ മറിക്കുമെന്നും ജാതികളെ ഇല്ലാതാക്കുമെന്നും വെല്ലുവിളിച്ചുയർന്നു വന്ന ജർമ്മനിയുടെ നാസിസം രണ്ടാം ലോക മഹായുദ്ധത്തോടുകൂടെ അസ്തമിച്ചുപോയി. എന്നാൽ കമ്മ്യൂണിസവും ഫാസിസവും ഒന്നും ഒരു യുദ്ധം കൊണ്ട് അവസാനിക്കുകയല്ല. അത് കാലഹരണപ്പെട്ട് ദേശത്തു നിന്ന്, രാജ്യങ്ങളിൽ നിന്ന് അത് അംശാംശമായി ഇല്ലാതെയായി പോകുന്നത് കാണുവാൻ കഴിയും. ഒരു നൂറ്റാണ്ടിനപ്പുറം നിലനിന്നതായിട്ടുള്ള ഒരു ഇസങ്ങളെയും ഒരു തത്വങ്ങളെയും ഒരു ഇതിഹാസങ്ങളെയും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കെ യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ ക്രൈസ്തവ വീക്ഷണത്തെ തൻ പിതാക്കന്മാരോടും തൻ്റെ സമകാലികരോടും ബാല്യക്കാരോടും ശിശുക്കളോടും താൻ പങ്കുവയ്ക്കുകയാണ്. കാരണം തനിക്കൊരു കാര്യം അറിയാം, നൂറ്റാണ്ടുകൾ എത്ര പഴകിയാലും ഇസങ്ങൾ കാലഹരണപ്പെടുന്നത് പോലെ, സാമ്രാജ്യങ്ങൾ തകർന്നടിയുന്നത് പോലെ ഈ മാർഗവും ഈ ഉപദേശവും കാലഹരണപ്പെടുന്നതല്ല. അതുകൊണ്ടാണ് ഈ ലേഖനത്തിൽ യോഹന്നാൻ പിതാക്കന്മാരെയും ബാല്യക്കാരെയും കുഞ്ഞുങ്ങളെയും അഭിസംബോധന ചെയ്ത് 3 തലമുറകളെ അഭിസംബോധന ചെയ്തതിനന്തരം അതിനടുത്ത ഭാഗത്തിൽ യോഹന്നാൻ പറയുന്നത് ഇതാണ്: ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവരോ എന്നേക്കും നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നിലനിൽക്കുമെന്ന് പറഞ്ഞ് പുല്ലുതിരും പൂവ് വാടും, എന്നാൽ ദൈവത്തിൻ്റെ വചനവും ദൈവരാജ്യവും നിലനിൽക്കുമെന്ന് പറഞ്ഞ് യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ സംസാരിക്കുമ്പോൾ മഹത്വകരമായി യോഹന്നാൻ തൻ്റെ സഭയെക്കുറിച്ചുള്ള വെളിപ്പാട് പറയുകയാണ്. തലമുറകൾ അവസാനിച്ചാലും, പിതാക്കന്മാരുടെ കാലഘട്ടം അവസാനിച്ചാലും ഈ സഭ, ഈ ക്രൈസ്തവ മാർഗം നിലനിൽക്കും എന്ന് പറയുകയാണ്. ആകയാൽ തൻ പിതാക്കന്മാരോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നു, ബാല്യക്കാരോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നു. യോഹന്നാൻ്റെ ജീവിതത്തിനകത്ത് തന്നെ യോഹന്നാന് നന്നായി അറിയാം, എത്ര പരിശ്രമിച്ചാലും സാമ്രാജ്യങ്ങൾ കച്ചകെട്ടി ഇറങ്ങിയാലും തകർക്കുവാൻ കഴിയാത്ത ഒരു മാർഗത്തിൻ്റെ ഭാഗമാണ് താനെന്ന്. എന്നാൽ തകർക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ അവൻ അടുത്ത സ്ട്രാറ്റജിയിൽ യുദ്ധം ചെയ്യുമെന്നും യോഹന്നാൻ അറിയാം. റോമ സാമ്രാജ്യം ഡൊമേഷ്യൻ്റെ ഭരണാധികാരത്തിൽ നിന്നുകൊണ്ട് യോഹന്നാനെ തിളച്ച എണ്ണയിലിട്ട് നശിപ്പിക്കുവാൻ നോക്കിയിട്ട് സാധിച്ചില്ല എന്ന് കണ്ട്, ഇല്ലാതാക്കുവാൻ നോക്കിയിട്ട് സാധിച്ചില്ല എന്ന് കണ്ട് തന്നെ നാട് കടത്തി ഒറ്റപ്പെടുത്തി. എന്നാൽ ഒറ്റപ്പെടുത്തിയ ഇടത്ത് സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഇറങ്ങി വന്ന് 7 നക്ഷത്രങ്ങൾ വലങ്കയിൽ പിടിച്ച് 7 നിലവിളക്കുകളുടെ നടുവിൽ തേജോമയനായ ക്രിസ്തു തൻ്റെ അടുക്കൽ വന്ന് തന്നെ തൊട്ടുണർത്തിയിട്ട് പറഞ്ഞു: യോഹന്നാനെ, റോമ സാമ്രാജ്യം നിന്നെ ഒറ്റപ്പെടുത്തിയാലും നീ ഒരു നാളും ഒറ്റപ്പെടുകയില്ല. നീ എന്നെ വിളിച്ചപേക്ഷിക്കുന്ന നാളിൽ ഞാൻ നിന്റെ അടുക്കൽ വരും. പിന്നെ നിന്റെ ഹൃദയത്തിൻ്റെ അകതാരിൽ എവിടെയോ ഒരു തോന്നലുണ്ട്, നീ ശുശ്രൂഷിച്ചു പോരുന്നതും നീ സ്നേഹിച്ചു പോരുന്നതുമായ നിന്റെ സഹോദരങ്ങളെ, ജനങ്ങളെ നീ ഒരിക്കലും കാണുകയില്ലെന്ന്. നീ കാണുമെന്നുള്ളതിൻ്റെ ഉറപ്പ് ഞാൻ പറയാം. ഏഷ്യയിലെ 7 സഭകൾക്കുള്ള ദൂത് നീ എഴുതി വെച്ചോ. നീ പത്മോസിന്റെ ഒറ്റപ്പെടലിൽ ഒതുങ്ങത്തില്ല. നീ റോമൻ സാമ്രാജ്യം എത്ര നിന്നെ ഒറ്റപ്പെടുത്താൻ നോക്കിയാലും നിന്നെ ഒറ്റപ്പെടുത്താൻ കഴിയത്തില്ല. ഞാൻ നിന്നെ ഈജിയൻ കടലിടുക്കൻ്റെ ഈ പത്മോസിന്റെ ഖനിഗർഭങ്ങളുടെ ഇടയിൽ നിന്ന് ഞാൻ നിന്നെ പൊക്കിയെടുത്ത് വീണ്ടും ഏഷ്യ മൈനറിൽ കൊണ്ടു നിർത്തും. നീ എഫസോസിലും സ്മുർണയിലും പെർഗമോസിലും ലവോദിക്കയിലും ഫിലദൽഫിയയിലോ നീ പിന്നെയും സഞ്ചരിച്ച് ഞാൻ നിന്നോട് പ്രസംഗിച്ച, ഞാൻ നിന്നോട് അറിയിച്ച ദൂതുകളെ നീ പ്രസംഗിക്കുക. നിന്നെ ആർക്കും ഒറ്റപ്പെടുത്തുവാൻ കഴിയുകയില്ല. താൻ മടങ്ങിപ്പോകുമെന്നുള്ള തിരിച്ചറിവിനകത്ത് റോമാ സാമ്രാജ്യം ഇല്ലാതാക്കുവാൻ പരിശ്രമിച്ചാലും ഒറ്റപ്പെടുത്തുവാൻ പരിശ്രമിച്ചാലും അത് അസാധ്യമാകുന്നുവെന്ന് തിരിച്ചറിഞ്ഞ യോഹന്നാൻ വീണ്ടും പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ആ ഉറപ്പിനപ്പുറമായി തുറന്നിരിക്കുന്ന സ്വർഗത്തിൽ നിന്ന് യോഹന്നാൻ കാഹളനാദം പോലെ മുന്നേ കേട്ട അതേ ശബ്ദം കേട്ടോ. അവിടെ തൻ്റെ അടുക്കൽ പറയുകയാണ്: യോഹന്നാൻ, നിനക്ക് ഏഷ്യ മൈനറിലേക്ക് പോകാൻ കുറച്ച് സമയമുണ്ട്. അത്രയും സമയം നീ വെറുതെ പത്മോസിൽ ആ നീറി വലയുന്ന മനുഷ്യരുടെ മരണത്തെ കാത്തു നിൽക്കുന്ന, ആ ശവങ്ങളെ തീന്നുവാൻ കാത്തു നിൽക്കുന്ന കഴുകന്റെ റാഗിപ്പറക്കുന്ന ചിറകൊച്ചകൾക്കകത്ത് നീ ഇരിക്കണ്ട. നീ ഇങ്ങ് കയറി വാ, നിനക്ക് ഞാൻ നല്ലൊരു കൂട്ടായ്മ തരാം. സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരും ചിറകുകൾ വിരിച്ച് ആരാധിക്കുന്ന കെരൂബുകളും 6 ചിറകുകളെ ഉയർത്തിപ്പറക്കുന്ന 4 മുഖങ്ങളുള്ള ജീവികളുടെയോ പളുങ്കുകടലിൻ്റെയോ
കോടാനുകോടി ദൂതന്മാരുടെയും പുതിയ യെരൂശലേമിലേക്കും ഒക്കെ നീ കയറി വാ. നീ എന്തിനാ പത്മോസിന്റെ ഖനിഗർഭങ്ങളിൽ സമയം കളയുന്നത്? സ്വർഗീയ കൂട്ടായ്മയിലേക്ക് യോഹന്നാനെ കൊണ്ടുപോയി. ഇന്ന് രാത്രി ഞാൻ അതിൽ നിന്നൊരു ദൂത് പറഞ്ഞിട്ട് വായിച്ച വേദഭാഗത്തിലേക്ക് മടങ്ങി വരാം. നിന്നെ ഇല്ലാതാക്കാൻ നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ നിന്നെ ഒറ്റപ്പെടുത്താൻ നോക്കാം. നിന്നെ നശിപ്പിക്കാൻ നോക്കിയിട്ട് സാധിച്ചില്ലെങ്കിൽ നിന്നെ ഒറ്റപ്പെടുത്താൻ നോക്കാം. പക്ഷേ വെളിപ്പാട് പുസ്തകത്തിൽ ഒറ്റപ്പെട്ടുവെന്ന് തോന്നിയ യോഹന്നാന്റെ അടുക്കൽ 1-ാം അധ്യായത്തിൽ മാറത്ത് പൊൻകച്ച കെട്ടി വെള്ളോട്ടിന് സദൃശമായി ഉലയിൽ ചുട്ടുവഴിപ്പിച്ച പൊൻപാദങ്ങൾ അടുപ്പിച്ചു വെച്ച് മാറത്ത് പൊൻകച്ച വെട്ടി തലയും താടിയും ഹിമത്തോളം വെളുത്തവനായി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളും പിളർന്നിരിക്കുന്ന അഗ്നാവുകൾ പോലെയുള്ള അധരങ്ങളുമായി മിശിഹ തന്റെ അടുക്കൽ വന്നു നിന്നിട്ട് പറഞ്ഞു, യോഹന്നാൻ നീ ഒറ്റയ്ക്കല്ല. അവിടെ യോഹന്നാൻ തല ഉയർത്തി നോക്കുമ്പോൾ കാണുന്ന മിശിഹായുടെ 2 രൂപങ്ങളുണ്ട്. ഒന്ന് തലയും താടിയും ഹിമത്തോളം വെളുത്തിരിക്കുന്നു, അതൊരു പിതാവിന്റെ മുഖമാണ്. 2 മാറത്ത് പൊൻകച്ച കെട്ടിയിരിക്കുന്നു, അതൊരു മാതൃത്വത്തിന്റെ മുഖമാണ്. അപ്പനെക്കാട്ടിലും അമ്മയെക്കാട്ടിലും നിന്നെ ആദരിക്കുന്ന, ചേർത്ത് പിടിക്കുന്ന ഒരു കൂട്ടായ്മയുടെ വലങ്കരവുമായി ഇതാ യോഹന്നാനെ ഞാൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു. മനുഷ്യൻ നിന്നെ ചെവിക്കുന്നുള്ളി പറിച്ചെറിയുമെന്ന് പറഞ്ഞ ഏഷ്യ മൈനറിലേക്ക് ഞാൻ നിന്നെ തിരികെ കൊണ്ട് നിർത്താം. അത് ഏത് സാമ്രാജ്യങ്ങൾ എതിർനിന്നാല് ഞാൻ നിന്നോടുകൂടെ ഇരിക്കാം. പിന്നെ നിന്റെ കൂട്ടായ്മ ഈ ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലുമുണ്ട്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പറയുമായിരുന്നു, അച്ചായന് പിടി തിരുവനന്തപുരത്ത് മാത്രമല്ല ഡൽഹിയിലും ഉണ്ടെന്ന്. അതുപോലെ യോഹന്നാന്റെ അടുക്കൽ പറയുക, യോഹന്നാനെ ഏഷ്യയിലെ 7 സഭകൾക്കകത്ത് മാത്രമല്ല നിനക്ക് കൂട്ടായ്മയുള്ളത്, സ്വർഗത്തിൽ നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്ന ഒരു വാതിലുണ്ട്. ഭൂമിയിൽ ഏതൊക്കെ വാതിലുകൾ അടയപ്പെട്ടാല്, ഭൂമിയിൽ ഏതൊക്കെ ആശ്രയ സങ്കേതങ്ങൾ അടയപ്പെട്ടാല് നിന്റെ മുൻപാകെ തുറന്നു നിന്നിട്ട് ഇവിടെ കയറി വരാൻ പറഞ്ഞ് കൂട്ടായ്മയുടെ വലം കൈ തരുന്ന ഒരു കരം നിനക്കുണ്ട്. ഈ യോഹന്നാൻ വെളിപ്പാട് കണ്ട യോഹന്നാൻ സഭയോട് പറയുകയാണ്, പിതാക്കന്മാരെ എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുണ്ട്. ഇന്ന് രാത്രികാലം ഞാൻ ദൈവസഭയോട് ദൂതിലേക്ക് കയറുമ്പോൾ ഒന്ന് പറയട്ടെ. ദൈവസഭയുടെ പിതാക്കന്മാരുടെ കാലഘട്ടം അസ്തമിച്ചു പോവുകയാണ്. ഈ ദേശത്തിന്റെ നടുവിൽ ഉണ്ണാതെയും ഉറങ്ങാതെയും രാവേറെ ചെന്ന് മുഴങ്കാലിൽ തഴമ്പ് പിടിപ്പിച്ച് ഒട്ടകത്തിന്റെ പാദങ്ങൾ പോലെ തഴമ്പ് പിടിച്ച മുഴങ്കാലുകൾ രാത്രിയുടെ യാമങ്ങളിൽ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്ന് കരഞ്ഞ് സഭയെ പടുത്തുയർത്തിയ ഒരു പിതാക്കന്മാരുടെ കാലഘട്ടം കഴിഞ്ഞു പോവുകയാണ്. രാത്രിയുടെ യാമങ്ങളിൽ ദിക്കുകൾ ദിഗന്ധങ്ങൾ പൊട്ടുമാറ് ദൈവമേ ഉറക്കെ നിലവിളിയോടെ കണ്ണുനീരോടെ രാവ് കഴിച്ച മാതാക്കളുടെ പെന്തക്കോസിന്റെ 1-2 തലമുറകൾ കടന്നുപോയി. പിതാക്കന്മാരുടെ കാലം കഴിയുമ്പോൾ സഭ ഇന്ന് അടുത്ത കാലഘട്ടത്തിലേക്ക്, ബാല്യക്കാരുടെയും യൗവനക്കാരുടെയും ശിശുക്കളുടെയും കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഞാനൊരു യാഥാർത്ഥ്യം നിങ്ങളോട് പറയട്ടെ. സഭ ഒരു വലിയ ട്രാൻസിഷനിലാണ്. സഭ ഒരു വലിയ തലമുറ കൈമാറ്റത്തിലാണ്. ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയണം. സഭ ഒരു തലമുറ കൈമാറുകയാണ്. ഉപദേശങ്ങൾ തലമുറ കൈമാറുകയാണ്. ഈ തലമുറ കൈമാറ്റം ഭയങ്കരമായി സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ആയിരിക്കുമ്പോൾ യൗവനക്കാരോട് പറയുവാൻ, ബാല്യക്കാരോട് പറയുവാൻ യോഹന്നാന് പ്രത്യേകമായിട്ടൊന്നുണ്ട് എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പിതാക്കന്മാരോട് അദ്ദേഹം ഒന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ആദ്യം മുതലുള്ളവനെ അറിഞ്ഞിരിക്കുന്നു, ആകയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ആകയാൽ പിതാക്കന്മാർക്ക് ഒന്ന് മാത്രം മതിയായിരുന്നു. പിതാവായവനെ, ആദിയായുള്ളവനെ, പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയായുള്ളവനെ, സൃഷ്ടാവായുള്ളവനെ, അധികാരിയായുള്ളവനെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതിയായിരുന്നു. എന്നാൽ തലമുറകളുടെ കൈമാറുമ്പോൾ ആ വെളിപ്പാടിൽ നിന്നുകൊണ്ട് മുൻപോട്ട് പോകാൻ കഴിയത്തില്ലെന്ന്, ആ അറിവിൽ നിന്നുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് യോഹന്നാൻ തിരിച്ചറിഞ്ഞ് അടുത്ത ജനറേഷനോട് അധികമായി പറയുകയാണ്. നിങ്ങൾ ഈ വാക്യത്തിലേക്ക് ശ്രദ്ധിച്ചേ. പിതാക്കന്മാരുടെ അടുക്കൽ ഒരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരൊറ്റ ദൗത്യമേ ഉണ്ടായിരുന്നുള്ളൂ, ആദ്യം മുതലുള്ളവനെ അറിയുക എന്നുള്ളത്. എന്നാൽ അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ ദൗത്യം ഒത്തിരി തീഷ്ണമാവുകയാണ്, കാലം ഒത്തിരി തീഷ്ണമാവുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഞാനൊരു ഇച്ചിരി തെളിച്ചു പറഞ്ഞു കൊള്ളട്ടെ. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സഭകൾക്കകത്തൊക്കെ വഴക്കുണ്ടാകുമായിരുന്നു. ആമേൻ. ചിലപ്പോൾ പിതാക്കന്മാർ എഴുന്നേറ്റ് അഭിഷക്തന്മാരുടെ അടുക്കൽ നേർക്കുനേർ നിന്ന് സംസാരിച്ചു എന്നൊക്കെ ഇരുന്നിരിക്കാം. പക്ഷേ അതൊക്കെ ഒരു കാലഘട്ടം. എന്നാൽ ഇന്ന് സഭകളിലൊന്നും ഈ വിധമായതൊന്നും ഉണ്ടാവുകയില്ല. കാരണം അത് നമ്മൾ പറയും സഭയ്ക്കകത്തുള്ള ഇന്നത്തെ തലമുറയ്ക്കൊക്കെ പരിജ്ഞാനം വർദ്ധിച്ചുവെന്ന്. അങ്ങനെ പരിജ്ഞാനം വർദ്ധിച്ചത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അന്നത്തെ കാലത്തെ പിതാക്കന്മാർക്കൊരു ഭാരമുണ്ടായിരുന്നു, ഇത് ഞങ്ങളുടെ സഭയാണെന്ന് ഉള്ള ഒരു ചിന്ത. എന്നാൽ ഇന്നത്തെ തലമുറയെ
സഭയെ സംബന്ധിച്ച് പാസ്റ്റർക്ക് പാസ്റ്ററുടെ വഴി, സഭയ്ക്ക് വഴി, നമുക്ക് നമ്മുടെ കാര്യമെന്നുള്ള ചിന്തയാണ്. എന്നാൽ അത് തലമുറയുടെ പരിജ്ഞാനമല്ല. അടുത്ത ഒരു ഭാഗത്തിലേക്ക് കടന്നു വന്നാൽ സഭകൾക്കെതിരെ കലഹങ്ങളും പ്രശ്നങ്ങളോ പ്രാരംഭകാലങ്ങളിൽ സഭകൾക്കകത്തായിരുന്നു. എന്നാൽ പിന്നീട് അത് തൂലികകളിലേക്ക് മാറുവാൻ തുടങ്ങി. എന്നാൽ അത് തൂലികകളിൽ വരുമ്പോഴോ അത് സഭാജനങ്ങൾ മാത്രമായിരുന്നു അറിയുന്നത്. എന്നാൽ ഇന്ന് അതിലപ്പുറമായി ലോകത്തിലെ ഏത് മനുഷ്യൻ്റെയും കയ്യിലൊതുങ്ങുന്ന സോഷ്യൽ മീഡിയയിലേക്ക് ഇവയെ കടന്നു വരുമ്പോൾ അവ ലോകത്തിൻ്റെ മുമ്പാകെ പരസ്യകോലമായി ഏതെങ്കിലും ഒരു പാസ്റ്ററുടെ വായിൽ നിന്ന് വരുന്ന വീഴുമ്പാക്ക്, ഏതെങ്കിലും ഒരു സഭയിൽ സംഭവിക്കുന്ന വീഴ്ച ഇന്ന് ലോകത്തിന് പരസ്യ കാഴ്ചയായി തീരുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ, ഒരു കാലഘട്ടം മാറി അടുത്ത കാലഘട്ടത്തിലേക്ക്, ഒരു തലമുറ മാറി അടുത്ത തലമുറയിലേക്ക് സഭ കൈമാറപ്പെടുമ്പോൾ സഭ എത്രമാത്രം തീക്ഷ്ണമായി, സഭ എത്രമാത്രം ശക്തമായി, സഭ എത്രമാത്രം വിജിലന്റായി നിൽക്കണമെന്നുള്ളത് ഈ കാലഘട്ടം തിരിച്ചറിയേണ്ടതായിരിക്കുന്ന ഒരു ഭാഗമാണ്. നമ്മുടെ പിതാക്കന്മാരുടെ കാലത്തിൽ ഏതെങ്കിലും ഒരു അഭിഷക്തനോ സഭയ്ക്കോ ഒരു താഴ്ചയോ വീഴ്ചയോ സംഭവിച്ചു കഴിഞ്ഞാൽ ദാവീദിനെ പോലെ ആമേൻ ഗത്തിൽ അത് പ്രസിദ്ധമാക്കരുതേ, യെരൂശലേം പുത്രിമാരെ നിങ്ങളത് മിണ്ടരുതേ എന്ന് പറയുന്നത് പോലെ സഭയുടെ പ്രതികൂലങ്ങളെ അടക്കി ഒതുക്കി ഒരു കുടുംബത്തിലെ വീഴ്ച പോലെ ഒതുക്കിയെടുത്ത് മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുന്ന കാലങ്ങൾ കഴിഞ്ഞ് ഇന്നൊരു ശുശ്രൂഷകന്റെ വീഴ്ചയോ താഴ്ചയോ വന്നാൽ അത് എത്രത്തോളം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് ആഘോഷിക്കാമോ അങ്ങനെ ആഘോഷിക്കുന്ന സഭയോടോ അഭിഷക്തന്മാരോടോ വചനത്തോടോ ഉപദേശത്തോടോ കൂറില്ലാതെ നിൽക്കുന്ന ഒരു തലമുറയും കാലഘട്ടവും ഉണർന്നു വരുമ്പോൾ സഭയ്ക്ക് നെഞ്ചും നെറ്റിയും കൊടുത്ത് ആമേൻ നിൽക്കുന്ന ഒരു ഗണം ഈ സഭകൾക്കകത്തുണ്ടാകേണ്ടതിന്റെ ആവശ്യകത വളരെ വലുതാകുന്നു. പൗലോസ് പറയുകയാണ്, ദൈവസഭയുടെ തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബ്, കേഫാവ് എന്ന് പറയുകയാണ്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ദൈവസഭകൾക്കകത്ത് സഭയുടെ തൂണുകളെന്ന് എണ്ണപ്പെടുവാൻ എത്ര പേരുണ്ട്? ഇന്ന് രാത്രി എത്ര പേർ പറയാ ഞാൻ സഭയുടെ തൂണാകാ? ഏത് കൊടുങ്കാറ്റ് ദൈവസഭയ്ക്കെതിരെ ആഞ്ഞടിച്ചാലോ അത് വീണുപോകാതെ വേണ്ടോ? ഒരുപക്ഷെ അതിന്റെ മുകളിലുള്ള ഒന്ന് രണ്ട് ആമേൻ ഓടുകൾ പറന്നുപോയാലോ, ഓലക്കീറുകൾ പറന്നുപോയാലോ, അതിന്റെ ഒന്ന് രണ്ട് പലകകൾ ഇളകിപ്പോയാലോ സഭയുടെ നിലനിൽപ്പിന് കോട്ടം വരാതെ സഭയ്ക്കൊരു തൂണായി നിൽക്കുവാൻ, ആടിയുലയുന്ന പ്രതികൂലത്തിന്റെ നടുവിലോ സഭയ്ക്കകത്തൊരു തൂണായി എണ്ണപ്പെടുവാൻ ഞാൻ നിൽക്കുമെന്ന് ഈ കാലഘട്ടത്തിൽ പറയുവാൻ എത്ര പേരുണ്ട്? ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് വരട്ടെ. വായിച്ച വേദഭാഗത്തിലേക്ക് വരുമ്പോൾ പിതാക്കന്മാരുടെ അടുക്കൽ ഒരു ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, പിതാക്കന്മാരെ നിങ്ങൾ ആദ്യം മുതലുള്ളവനെ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. എന്നാൽ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, ബാല്യക്കാരെ പിതാക്കന്മാരോട് ഞാൻ ഒരു കാര്യം പറയുമ്പോൾ ബാല്യക്കാരെ നിങ്ങളോട് ഞാൻ 3 കാര്യങ്ങൾ പറയുകയാണ്. എന്താണ് ബാല്യക്കാരോട് പറയുന്നത്? ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാലും ഞാൻ നിങ്ങൾക്ക് ഈ എഴുതുന്നു. ആകയാൽ പിതാക്കന്മാരുടെ കാലഘട്ടം കഴിഞ്ഞ് അടുത്ത തലമുറയിലേക്ക് കയറുമ്പോൾ യോഹന്നാൻ പറയുകയാണ്, ഇന്നലകളിൽ പിതാക്കന്മാർക്കുണ്ടായിരുന്ന ആത്മീയത, ഇന്നലകളിൽ പിതാക്കന്മാർക്കുണ്ടായിരുന്ന പ്രാർത്ഥന, ഇന്നലകളിൽ പിതാക്കന്മാർക്കുണ്ടായിരുന്ന അഭിഷേക അത് പോരാ. ഈ കാലഘട്ടത്തിൽ പകരമോ നിങ്ങൾ ശക്തരാകണോ. 2 ദൈവത്തിന്റെ വചനം നിങ്ങളുടെ അകത്ത് വസിക്കണോ. 3 നിങ്ങൾ ദുഷ്ടനെ ജയിക്കണം. എൻ്റെ നന്നേ ചെറുപ്രായത്തിൽ ഒരു വാർദ്ധക്യമെത്തിയ മാതാവ് ഒരു നാളിൽ എൻ്റെ അടുക്കൽ പറഞ്ഞു, കുഞ്ഞെ, പൂർവ്വകാലങ്ങളിൽ സുവിശേഷ വേലയിൽ പട്ടിണിയെ ജയിച്ചാൽ ഒരു ശുശ്രൂഷകൻ ജയിക്കുമായിരുന്നു. അവൻ്റെ അരമുറുക്കി ഭക്ഷണത്തെ ജയിപ്പാൻ, പട്ടിണിയെ ജയിക്കാൻ അവന് കഴിയുമെങ്കിൽ അവൻ ശുശ്രൂഷയിൽ ജയിക്കുമായിരുന്നു. എന്നാൽ അടുത്ത കാലഘട്ടം അങ്ങനെയല്ല. അവന് പട്ടിണി എന്തെന്ന് അറിയേണ്ടി വരികയില്ല. പക്ഷേ അവൻ്റെ മുമ്പിലുള്ള യുദ്ധം ഭീകരമായിരിക്കും. ശുശ്രൂഷയുടെ പന്താവിൽ ഞാൻ മുൻപോട്ട് പോകുമ്പോൾ തിരിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യമുണ്ട്. പട്ടിണിയെക്കാട്ടിലും ഭീകരമായ പൈശാചിക സ്ട്രാറ്റജികൾ വെളിപ്പെടുന്ന അന്ത്യകാലത്തിലാണ് ദൈവസഭ നിൽക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് സഭ ഉത്സുകരായിരിക്കണം. ബാല്യക്കാരെ, 1 നിങ്ങൾ ശക്തരായിരിക്കണം. 2 ദൈവത്തിന്റെ വചനം നിങ്ങളുടെ അകത്ത് വസിക്കണം. 3 നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുന്നവരായിരിക്കണം. ഇതിൽ 1ാമത്തെ ഭാഗത്തിലേക്ക് മാത്രം ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. നിങ്ങൾ ശക്തരായിരിക്കണം. ഇന്ന് രാത്രികാലം എനിക്ക് ദൈവസഭയോട് പറയുവാനുള്ള ദൂതിതാകുന്നു. എന്നെ കേൾക്കുന്ന അഭിഷക്തരോട് പറയുവാനുള്ള, ദൈവജനത്തോട് പറയുവാനുള്ള ദൂതിതാകുന്നു. നിങ്ങൾ ശക്തരായിരിക്കണം. ഈ കാലഘട്ടം ദൈവസഭ ശക്തിപ്പെടേണ്ട, ദൈവജനം ശക്തിപ്പെടേണ്ട അസാധാരണമായ ഒരു
ഒരു ശക്തിയുടെ കാലമാണ്. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ശക്തി മാത്രമല്ല ഇന്ന് ലോകത്ത് കാണപ്പെടുന്നത്. പൗലോസ് വിളിച്ചു ചോദിക്കുകയാണ്, ആമേൻ, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? എന്നിട്ട് അടുത്തതായി താൻ പറയുകയാണ്, മരണത്തിന്റെ വിഷമുള്ള പാപം, പിന്നെയോ പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. ആകയാൽ അവിടെ പൗലോസ് പറയുകയാണ്, പാപത്തിനൊരു ശക്തിയുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, പാപത്തിനൊരു ശക്തിയുണ്ട്. പിന്നെയും പൗലോസ് പറയുകയാണ്, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷതയോ വ്യാജത്തിന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണമായിരിക്കണോ ആയിരിക്കോ. അപ്പം വ്യാജത്തിനൊരു ശക്തിയുണ്ട്, പിശാചിനൊരു ശക്തിയുണ്ട്, അന്ധകാരങ്ങൾക്കൊരു ശക്തിയുണ്ട്, മനുഷ്യനൊരു ശക്തിയുണ്ട്, ജഡത്തിനൊരു ശക്തിയുണ്ട്, പുരുഷനൊരു ശക്തിയുണ്ട്, അശ്വത്തിനൊരു ശക്തിയുണ്ട്. ഇതിങ്ങനെ ശക്തിവത്തായ സംഗതികൾ ലോകത്ത് കരങ്ങൾ കോർക്കും. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 12-13 അധ്യായങ്ങളിൽ പൈശാചിക തൃത്വത്തെ കാണുവാൻ കഴിയോ. സ്വർഗത്തിൽ നിന്ന് വെട്ടേറ്റ് വീണ സർപ്പ, സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗ, ഭൂമിയിൽ നിന്ന് കയറി വരുന്ന മൃഗ. അതിൽ 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് വെട്ടേറ്റ് വീണ സർപ്പ, അതിൻ്റെ ശക്തിയും അധികാരവും മൃഗത്തിന് കൊടുക്കുന്നതായി കാണുവാൻ കഴിയോ. എന്നാൽ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 10 രാജാക്കന്മാർ രാജ്യത്വം പ്രാപിപ്പാൻ ഒരുങ്ങി നിൽക്കുന്നു. ആ 10 രാജാക്കന്മാർ അവരുടെ ശക്തിയും അധികാരവും സിംഹാസനമോ മൃഗത്തിന് കൊടുക്കുന്നതായി കാണുവാൻ കഴിയോ. കണ്ടോ, രാഷ്ട്രീയ സിംഹാസനങ്ങളിലേക്ക് അധികാരം കൈമാറുന്ന പൈശാചിക ശക്തിയോ, പിശാചിന് അധികാരം കൈമാറുന്ന രാഷ്ട്രീയ സിംഹാസനങ്ങളോ യോഹന്നാൻ വെളിപ്പാടിൽ കാണുകയാണ്. യോഹന്നാൻ കാണുകയാണ് പാപത്തിന്റെ ശക്തി, വ്യാജത്തിന്റെ ശക്തി, ലോകത്തിന്റെ ശക്തി, ജഡത്തിന്റെ ശക്തി, ആമേൻ, രാഷ്ട്രീയ അധികാരങ്ങൾക്ക് ശക്തി കൈമാറുന്ന പൈശാചിക മണ്ഡലങ്ങൾക്ക് ശക്തി കൈമാറുന്ന രാഷ്ട്രീയ സിംഹാസനങ്ങൾ, ഇവയൊക്കെ കണ്ടറിഞ്ഞ് അപ്പോസ്തലൻ സഭയ്ക്ക് എഴുതുകയാണ്, സഭയെ, സഭയുടെ ബാല്യക്കാരെ, സഭയുടെ അടുത്ത തലമുറയെ, നീ ശക്തരായിരിക്കണം. ഇന്ന് രാത്രികാല ഞാൻ ആവർത്തിക്കട്ടെ, സഭ ശക്തരായിരിക്കണം. ദൈവത്തിന്റെ രാജ്യം അത് വാക്കുകളിലല്ല, ദൈവത്തിന്റെ രാജ്യം വെളിപ്പെടുന്നത് അത് ശക്തിക്കകത്താണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ രാജ്യം ദേശത്ത് വെളിപ്പെടുത്തണമെങ്കിൽ, ദൈവത്തിന്റെ രാജ്യത്തിന്റെ കൊടി ഉയരെ പറക്കണമെങ്കിൽ, ദൈവത്തിന്റെ രാജ്യം അത് വാഗ്ദാരണി കൊണ്ടോ വാക്പ്രളയം കൊണ്ടോ സംഭവിക്കത്തില്ല. അത് ശക്തിയാൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഇന്ന് രാത്രി ദൈവരാജ്യത്തെ സ്നേഹിക്കുന്ന ദൈവമക്കൾ അറിഞ്ഞാട്ടെ, അത് വാക്കുകളിൽ കൂടെയല്ല, അത് ശക്തിയിൽ കൂടെയാണ് ദൈവരാജ്യത്തെ വെളിപ്പെടുത്തുവാൻ കഴിയുന്നത്. എൻ്റെ സഹോദരങ്ങളെ, യേശു കർത്താവിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ യേശു കർത്താവിനെ കുറിച്ച് അപ്പോസ്തലൻ പറയുകയാകുന്നു, നസറായനായ ഒരു യേശു, അവൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ദൈവത്താൽ അഭിഷക്തനാണ്. യേശു ക്രിസ്തുവിന്റെ അഭിഷേകത്തെ കുറിച്ച് അവിടെ അപ്പോസ്തലൻ 2 കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 38-ാം വാക്യത്തിൽ അവിടെ അപ്പോസ്തലൻ പറയുകയാണ്, നസറായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലോ ശക്തിയാലും അഭിഷേകം ചെയ്തിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അഭിഷേകത്തിന്റെ 2 തലങ്ങളെ അവിടെ പറയുകയാണ്. പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളുടെ അടുക്കൽ ഞാൻ ചോദിക്കുകയാണ്, the anointing of power, ശക്തിയുടെ അഭിഷേകം ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുന്നു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു. Have you ever received the anointing of power? ശക്തിയാൽ അഭിഷേകം ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് ആവശ്യം ശക്തിയുടെ ഒരു അഭിഷേകമാണ്. യേശുവിനെ ദൈവം ശക്തിയാൽ അഭിഷേകം ചെയ്തോ. യേശുവിനെ ദൈവം ശക്തിയാൽ അഭിഷേകം ചെയ്തോ. ഞാൻ അതിലേക്ക് വിശദമായി കടന്നു വരാം. യേശു കർത്താവിന്റെ ശുശ്രൂഷയിലേക്ക് കടന്നു വരുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്ര, ആമേൻ. അപ്പൊ അനേകരും യേശുവിന്റെ അടുക്കൽ വന്നുകൂടി. അടുത്ത ഭാഗം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, സൗഖ്യമാക്കുവാൻ ദൈവത്തിന്റെ ശക്തി, സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനിലുണ്ടായിരുന്നുവെന്നല്ല, അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഒരു വ്യക്തിയെ
പോലെ ഒരു സൈന്യത്തെ പോലെ ദൈവത്തിന്റെ ശക്തി യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു. He was accompanied with the power of God. He was compassed with the power of God. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ശക്തിയാൽ ചുറ്റപ്പെട്ടവനായി, ദൈവത്തിന്റെ ശക്തിയാൽ അകമ്പടി സേവിക്കുന്നവനായി യേശു കർത്താവ് ഭൂമിയിൽ ഇറങ്ങി വന്ന് മാനവരാശിക്ക് ഒരു പുതിയ മാർഗം നൽകിക്കൊടുത്തു. ദൈവത്തിന്റെ ശക്തിയുടെ അകമ്പടിയോടെ കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയുവാൻ കഴിയോ, എന്നോടുകൂടെ ഒരു ദൈവശക്തിയെ ഞാൻ തിരിച്ചറിയുന്നു, എന്നോടുകൂടെ ഒരു ദൈവശക്തിയെ ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ മേൽ വീണ അഭിഷേകം അത് ദൈവശക്തിയുടെ അഭിഷേകമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, കരയുവാൻ ഒരു അഭിഷേകമല്ല, പരിതപിക്കുവാൻ ഒരു അഭിഷേകമല്ല, നിലവിളിക്കുവാൻ ഒരു അഭിഷേകമല്ല. യേശുവിനെ പരിശുദ്ധാത്മാവിനാൽ ശക്തിയാൽ ദൈവം അഭിഷേകം ചെയ്തു. ഇന്ന് രാത്രി എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഒരു ശക്തിയുടെ അഭിഷേകം? കഴിഞ്ഞ രാത്രികളിലൊന്നിൽ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇടിവെട്ടുന്നത് പോലെ ഒരു ശബ്ദം ഞാൻ കേട്ടോ. ഞാൻ ദൈവശക്തിയെ കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന രാത്രികളിലൊന്നിൽ ഞാൻ ഇടിവെട്ടുന്നത് പോലെ ഒരു ശബ്ദം കേട്ടോ. ആ ശബ്ദം എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്: തകർന്ന യെരൂശലേമിനെ നോക്കി കരയുന്ന ഒരു യെരമ്യാവല്ല നീ, പകരം അതിനെ പണിതെടുക്കുന്ന ഒരു സെരുബാബേലായിരിക്കണം നീ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ജീവിതത്തിലെ തകർച്ചകളെ നോക്കി, തകർന്ന യെരൂശലേമിനെ നോക്കി കരയുന്ന യെരമ്യാവുമാരെ അല്ല ഈ കാലഘട്ടത്തിന് ആവശ്യം. മടങ്ങി വന്ന് ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന്, അസ്ഥി കഷണങ്ങളിൽ നിന്ന് പണിതെടുക്കാൻ കഴിയുന്ന, ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ഒരു സെരുബാബേലിനെ, അത് പർവ്വതങ്ങൾ മുമ്പിൽ നിന്നാലും സൈന്യങ്ങൾ മുമ്പിൽ നിന്നാലും അതിനെ മാറ്റിയെടുത്തുകൊണ്ട് ഈ കാലഘട്ടം യെരമ്യാവിന്റെ കാലഘട്ടമല്ല. ഈ കാലഘട്ടം സെരുബാബേലിന്റെ കാലഘട്ടമാണ്. ഇന്ന് രാത്രി ഈ രാത്രി തിരിച്ചറിഞ്ഞാട്ടെ, ഇത് യെരമ്യാവിന്റെ കാലഘട്ടമല്ല, ഇത് സെരുബാബേലിന്റെ കാലഘട്ടമാണ്. എനിക്ക് കരയുന്ന യെരമ്യാവല്ല, എനിക്ക് പണിയുന്ന സെരുബാബേലാകണോ. ഇന്ന് രാത്രി കൺവെൻഷൻ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ ശത്രു വെട്ടിയിട്ട മേഖലകളെ നോക്കി, ശത്രു വരുത്തിയ ഉപദ്രവങ്ങളെ നോക്കി കരയുന്ന യെരമ്യാവല്ല, ഒരു പണിയുന്ന സെരുബാബേൽ. പ്രവാസിയ അങ്ങനെയെങ്കിൽ സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങി നിന്നിട്ട് പറയാ, സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആരായാലും അത് സമഭൂമിയാകും. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാലത്രേ. ഇന്ന് രാത്രി നിന്റെ അഭിഷേകം മാറുകയാ. ഇന്ന് രാത്രി നിന്റെ കോളിംഗ് മാറുകയാ. ഇന്ന് രാത്രി നിന്റെ നിയോഗം വെളിപ്പെടുകയാ. നീ കരയുന്ന യെരമ്യാവിൽ നിന്ന് പണിയുന്ന സെരുബാബേലിലേക്ക്. ഇന്ന് രാത്രി നിന്റെ അഭിഷേകം മാറുന്നതിനെ തിരിച്ചറിഞ്ഞോട്ട്, ഇന്ന് രാത്രി നിന്റെ നിലവാരം മാറുന്നതിനെ തിരിച്ചറിഞ്ഞോട്ട്, നീ കരയുന്ന യെരമ്യാവല്ല, നീ തകർന്നതിനെ നോക്കി കരയുന്ന യെരമ്യാവല്ല, കുറുക്കന്മാർ സിയോനിൽ സഞ്ചരിക്കുന്നത് കണ്ട് മാറത്തടിക്കുന്ന യെരമ്യാവല്ല, വിലാപം എഴുതി ഞാൻ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ ദയ എന്ന് പറയുന്ന യെരമ്യാവല്ല, പകരം ഇനിയും നാം നിന്നാപാത്രമായിരിക്കാതെ വേണ്ട എഴുന്നേറ്റ് പണിയുക. ഈ രാത്രി നിന്റെ അഭിഷേകത്തെ പരിശുദ്ധാത്മാവ് മാറ്റുന്നത്, ഈ രാത്രി നിന്റെ മേൽ കിടക്കുന്ന അനോയിന്റിങ്ങിന്റെ ലെവൽ മാറുന്നത് തിരിച്ചറിവാൻ ഇടവരട്ടെ. ഞാൻ മുൻപോട്ട് പോവുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, സഭ ഒരു അനുഗ്രഹത്തിൽ എത്തിയത് കൊണ്ട് സഭ അതിന്റെ പൂർണ്ണതയിൽ എത്തുന്നില്ല. പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2-ാം ലേഖനം 11-ാം അധ്യായത്തിൽ പറയുകയാണ്, ഞാൻ ദൈവത്തിന്റെ എരിവോടെ നിങ്ങൾക്ക് വേണ്ടി എരിയുന്നു. അപ്പൊ പൗലോസ് 2 കാര്യങ്ങൾ പറയുകയാണ്. വീണ്ടെടുക്കപ്പെട്ട സഭയെ കുറിച്ച് ദൈവം ഇരുന്ന് എരിയുകയാ. രക്ഷിക്കപ്പെട്ടില്ലേ, പിന്നെന്തിനാ ദൈവം എരിയുന്നേ? സ്നാനപ്പെട്ടില്ലേ, പിന്നെന്തിനാ ദൈവം എരിയുന്നേ? വേർപെട്ടില്ലേ, പിന്നെന്തിനാ ദൈവം എരിയുന്നത്? നോ,
നീ രക്ഷിക്കപ്പെട്ട് സഭയ്ക്കകത്ത് വന്നു കഴിഞ്ഞിട്ടും ദൈവം എന്ത് ചെയ്യുകയാ? ദൈവം നിനക്ക് വേണ്ടി എരിയുകയാ. ആമേൻ, ആമേൻ. നീ മദ്യപാനം നിർത്തിയപ്പോൾ നിന്റെ അപ്പന്റെ അമ്മയുടെ എരിച്ചില് തീർന്നോ? നീ സ്നാനപ്പെട്ടപ്പോൾ നിന്റെ ഭാര്യയുടെ എരിച്ചില് തീർന്നോ? പക്ഷേ നീ നിത്യതയുടെ സിംഹാസനത്തിന് മുൻപാകെ കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ ജയത്തോടെ തേജസ്സോടെ നിൽക്കുന്ന സമയം വരെയോ ദൈവം എരിയുകയാ. എന്നിട്ട് പൗലോസ് പറയുകയാ, ഞാൻ എൻ്റെ അകത്ത് പിടിച്ചിരിക്കുകയാണ്, എൻ്റെ അകത്തുമായി എരിവ് കയറി പിടിച്ചിരിക്കുക. ഞാൻ ദൈവത്തിന്റെ എരിവോടെ നിനക്ക് വേണ്ടി എരിയുന്നു. എന്നിട്ട് എന്താ പറയുന്നത്? ആമേ, ക്രിസ്തുവെന്ന ഏകപുരുഷന് ഞാൻ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. പരിശുദ്ധാത്മാവല്ല, ഇവിടെ പൗലോസ് പറയുകയാണ്, ഞാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ്, വിവാഹ നിശ്ചയം ചെയ്തിട്ടുണ്ട്, വരൻ വാക്കുമാറത്തില്ല, വരൻ കാലുമാറത്തില്ല, വരൻ ഒരു പ്രശ്നവുമില്ല. പക്ഷെ എനിക്കൊരു ഭയമുണ്ട്. ആമേ, വധു തെറ്റിപ്പോകുമോ? വധു വഷളായി പോകുമോ? വധു വഷളായി പോയി കഴിഞ്ഞാൽ വിവാഹം മാറിപ്പോകുക. ആകയാൽ പൗലോസ് പറയുകയാണ്, ആമേ, ഞാൻ ദൈവത്തിന്റെ എരിവോടുകൂടെ എരിയുന്നു. എൻ്റെ സഹോദരങ്ങളെ, അതെന്താണ് കാരണം? അതിൻ്റെ അടുത്ത ഭാഗം പറയുകയാണ്, ഏദെൻ തോട്ടത്തിൽ വിളയാടിയ സർപ്പ ഇന്നും തിരുസഭയ്ക്കെതിരെ വായ് വിളർന്നു നിൽക്കുമ്പോൾ അവന്റെ ഉപായങ്ങളും തന്ത്രങ്ങളും തിരിച്ചറിയുവാൻ സഭ ഉത്സാഹമുള്ളവരായിരിക്കണം. എൻ്റെ സഹോദരങ്ങളെ, എഫെസ്യയിലെ ഈ ദൈവത്തിന്റെ ശക്തി ഏറ്റവും അധികം കാണപ്പെടേണ്ടത് അന്ത്യകാലത്തിലാകുന്നു. ദൈവത്തിന്റെ ശക്തി ഏറ്റവും വെളിപ്പെടേണ്ടത് അന്ത്യകാലത്തിലാകുന്നു. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദത്തെടുപ്പിനെ കുറിച്ചാണ് പറയുന്നത്. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് പറയുമ്പോൾ അത് സ്വർഗത്തിലേക്കുള്ള ഒരു ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ 3, 4, 5 അധ്യായങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ കുടുംബജീവിതത്തിന്റെയും സഭാജീവിതത്തിന്റെയും ധാർമ്മികതകളെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലോ ശക്തിപ്പെടുവിൻ. ഈ ഒടുവിൽ എന്ന വാക്ക് സ്തോത്ര ലേഖനത്തിന്റെ ഒടുവിലെന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അവിടെ എസ്കറ്റോളജിക്കൽ വിഷനിൽ അന്ത്യകാല ദർശനത്തിൽ നിന്നുകൊണ്ട് പൗലോസ് പറയുകയാണ്, അന്ത്യകാലം വരുമ്പോൾ സഭായുഗത്തിന്റെ ഒടുവിൽ ദൈവസഭ ഏറ്റവും പ്രബലപ്പെട്ട് നിൽക്കേണ്ടത് വീണ്ടെടുപ്പും രക്ഷയുമല്ല, അതിലുപരിയായി കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെട്ടുകൊണ്ട് ആയുധവർഗങ്ങളെ ധരിച്ചുകൊണ്ട് ആയുധങ്ങളെ എടുത്തുകൊണ്ട് സഭ മുന്നേറണമെന്ന് പറയുകയാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇത് അന്ത്യകാലമെന്ന് തിരിച്ചറിയുന്നുവെങ്കിൽ, ഇത് ഒടുവിലത്തെ സമയമെന്ന് തിരിച്ചറിയുന്നുവെങ്കിൽ സഭ ദൈവശക്തിയിലേക്ക് പരിപൂർണമായി പ്രവേശിക്കേണ്ട കാലമാണ്. ഇന്ന് രാത്രി നിങ്ങളുടെ ശക്തിയെ ഒന്ന് പരിശോധിച്ചാട്ട്, അന്ധകാര മണ്ഡലങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ, പൈശാചിക പോരുകളോട് എതിർത്ത് നിൽക്കാൻ, ദുരാത്മ പ്രലോഭനങ്ങളോട് എതിർത്ത് നിൽപ്പാൻ നിങ്ങൾ ശക്തരായിരിക്കുന്നുവോ? യോഹന്നാൻ വിളിച്ചു പറയുകയാണ്, ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. എങ്ങനെ നമുക്ക് ശക്തരായി തീരുവാൻ കഴിയോ? എങ്ങനെ നമുക്ക് ശക്തരായി തീരുവാൻ കഴിയോ? അതാണ് സുവിശേഷത്തിന്റെ പ്രവൃത്തി. റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുകയാണ്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, അത് ആദ്യം യഹൂദനും പിന്നെ യവനനോ, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നല്ലോ. സുവിശേഷത്തിനകത്തൊരു ദൈവശക്തിയുണ്ട്. അതിനെ ഘട്ടം ഘട്ടമായി പഠിക്കണം. രക്ഷയ്ക്കായുള്ള ദൈവശക്തി, എന്നാൽ രക്ഷിക്കപ്പെടുന്നവർക്കുള്ള ദൈവശക്തി അടുത്ത ഭാഗമാണ്. സുവിശേഷം എന്ന് പറയുന്നത് ഒരു ദൈവശക്തിയുടെ പ്രാരംഭ ഭാഗമാണ്. എന്നാൽ അടുത്തതായി രക്ഷിക്കപ്പെടുവാനുള്ള ദൈവശക്തിയാണ് എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ അടിവേര് പറിച്ച്, ശാപത്തിന്റെ നുകക്കയറഴിച്ച്, പിശാചിന്റെ തടവറ പൊളിച്ച് ഒരു മനുഷ്യനെ രക്ഷാമാർഗത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ശക്തി സുവിശേഷത്തിനുണ്ട്. എന്നാൽ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ രക്ഷിക്കപ്പെട്ടു കഴിയുമ്പോൾ ദൈവശക്തി അടുത്ത തലമായി മാറുകയാണ്. അതെന്താണ്? സുവിശേഷത്തിനപ്പുറമായി കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ പറയുകയാണ്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമോ, രക്ഷിക്കപ്പെടുന്ന നമുക്കോ, രക്ഷിക്കപ്പെടാത്തവർക്കല്ല, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവ
ദൈവശക്തിയുമാകുന്നു. അപ്പൊ ക്രൂശിന്റെ വചനം അകത്ത് കയറി കഴിഞ്ഞാൽ എന്തോ സംഭവിക്കുക? ദൈവത്തിന്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കാൻ കഴിയുക. എൻ്റെ സഹോദരങ്ങളെ, ഞാനതിനെ ഒരല്പം ആഴത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ക്രൂശിന്റെ വചനം രണ്ട് വിധത്തിൽ മനുഷ്യന് കാണുവാൻ കഴിയുക. ഒരു ഭാവി ക്രൂശിനെ കാണാം, അല്ലെങ്കിൽ എൻ്റെ വാക്കിൽ പറഞ്ഞാൽ വൈകാരികമായി ക്രൂശിനെ കാണാം. ഒരു മനുഷ്യന് ക്രൂശിനെ മൂന്ന് തലത്തിൽ കാണാം. ഒന്ന്, യഹൂദ്യ വീക്ഷണത്തിൽ നിന്ന് ക്രൂശിനെ കാണാം. യഹൂദ്യ വീക്ഷണത്തിൽ യേശു ക്രൂശിക്കപ്പെട്ടത് കണ്ടാൽ അവൻ വിളിച്ചു പറയാ, ക്രൂശിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. ഇനിയും ഗ്രീക്കന്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഭൗതിക മണ്ഡലത്തിൽ, വൈകാരിക മണ്ഡലത്തിൽ നിന്ന് ക്രൂശിനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇന്ന് രാത്രി ഞാൻ വേണമെങ്കിൽ അത് പ്രസംഗിക്കാം. ഗബത്തയുടെ കൽത്തളത്തിൽ പീലാത്തോസിന് മുൻപാകെ മുക്കാലിൽ കെട്ടിയിട്ട് പുറമൊഴവുചാൽ പോലെ കയറി, തലയിൽ മുൾക്കിരീടം വെച്ച് കോല് വെച്ച് ആമേൻ ആഞ്ഞാഞ്ഞടിക്കിച്ച്, മുഖത്ത് കാറിത്തുപ്പി താടിരോമങ്ങൾ പിച്ചിപ്പറിച്ച്, മുഷ്ടികുത്തി മുഖത്തടിക്കുമ്പോൾ ഇളകിത്തെറിക്കുന്ന പല്ലുകളോ അകത്തു നിന്ന് തുപ്പലും രക്തവുമായി വാർന്നൊഴുകി, വിലാപ്പുറം തുളയ്ക്കപ്പെട്ട ഗബത്ത തുടങ്ങി ഗൊൽഗോത്ത വരെ വീണുമെഴുന്നേറ്റും പോകുന്ന ക്രിസ്തുവിന്റെ കിരാതമായിരിക്കുന്ന ക്രൂശിനെ വൈകാരികമായി എനിക്ക് പ്രസംഗിക്കുവാൻ കഴിയുക. അതിവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും കണ്ണുകളെ ഈറനണിയിക്കുക. പക്ഷേ നിങ്ങൾ പൗലോസിന്റെ ലേഖനങ്ങളിൽ എവിടെയെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ഈ ക്രൂശിനെ പൗലോസ് വരച്ചു കാണിക്കുന്ന ക്രൂശിന്റെ രൂപം കണ്ടാൽ ഒറ്റത്തുള്ളി കണ്ണുനീര് നമുക്ക് വരത്തില്ല കേട്ടോ. പൗലോസ് ഒരിടത്ത് അടിയേറ്റ ക്രിസ്തുവിനെ അല്ല കാണിക്കുന്നത്, കാരിനും വാണികളേറ്റ ക്രിസ്തുവിനെ അല്ല കാണിക്കുന്നത്, മുൾക്കിരീടം ചൂടിയ ക്രിസ്തുവിനെ അല്ല കാണിക്കുന്നത്. പകരം പൗലോസ് ക്രിസ്തുവിന്റെ ക്രൂശിനെ കാണിച്ചിട്ട് പറയുകയാണ്, ജഡത്തിന്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിച്ച ഒരിടമുണ്ടെങ്കിൽ അത് സാധ്യതയുടെ സ്ഥലമാണ്. പിന്നെയും പൗലോസ് ക്രൂശിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വഹിപ്പിച്ച് അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവിടെ അതാണ് ക്രൂശ്. പിശാചിന്റെ തല തകർന്ന ഇട. പിന്നെയും പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, ഇതാ പിതാക്കന്മാരുടെ കാലം തുടങ്ങി കൃപാസനത്തിങ്കിലേക്ക് അടുക്കാൻ കഴിയാതെ വണ്ണ വീര്യപ്പെട്ട് കിടന്ന തിരശീല കീറിക്കളയപ്പെട്ട സ്ഥലമാണ് ക്രൂശ്. ആകയാൽ പൗലോസിന്റെ ക്രൂശിന്റെ വിവരണം കേട്ടാൽ ഒറ്റ മനുഷ്യനും കരയത്തില്ല. പകരം ഇരിക്കുന്നിടത്തുനിന്ന് അവൻ ചാടി എഴുന്നേക്ക. കാരണം പിശാചിന്റെ തല തകർന്ന ഇടമാണ് ക്രൂശ്. അവൻ ആയുധവർഗം വെച്ച ഇടമാണ് ക്രൂശ്. അവന്റെ പദ്ധതികൾ തകർന്ന ഇടമാണ് ക്രൂശ്. ആ ക്രൂശിന്റെ വാചനം അകത്തു കയറുമ്പോൾ അവൻ ശക്തനായി തീരാ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, വൈകാരികമായി ക്രൂശിനെ കണ്ട് കരഞ്ഞ കാലം കഴിഞ്ഞോ. പകരം ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടിയ ക്രിസ്തുവിനെ, വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വഹിപ്പിച്ച ക്രൂശിനെ, പിശാചിന്റെ നെറുക തകർന്ന ക്രൂശിനെ, ന്യായപ്രമാണത്തിന് അസാധ്യമായത് സാധ്യമായ ക്രൂശിനെ, എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവന്റെ പുതുവഴി തുറന്ന ക്രൂശിനെ കുറിച്ചുള്ള ദർശനം ദൈവമക്കൾക്ക് മാറണം. ഹോളി സ്പിരിറ്റ്, ആമേൻ. കത്തോലിക്കന് ക്രൂശ് മലയാറ്റൂർ മലയിൽ കരഞ്ഞോണ്ട് പോകാനുള്ളതാ. പക്ഷെ പെന്തക്കോസുകാരന് ക്രൂശ് കരഞ്ഞോണ്ട് കയറാനുള്ള സ്ഥലമല്ല, കരഞ്ഞോണ്ട് കാണാനുള്ള സ്ഥലമല്ല. ക്രൂശ്, ഇതിനകത്താണ് പിശാച് തകർന്നത്, ഇതിനകത്താണ് ശാപമഴിഞ്ഞത്, ഇതിനകത്താണ് ബന്ധനമഴിഞ്ഞത്, ഇതിനകത്താണ് പിശാചിന്റെ ആയുധവർഗങ്ങൾ പെട്ടിയിലാക്കിയത്. ഇന്നു രാത്രി ക്രൂശിന്റെ വചനത്തിന് സ്തോത്രം പറ. പെന്തക്കോസുകാരൻ എലോഹി എലോഹി ലമാ ശബക്താനി എന്ന ഉറക്ക നിലവിളി കേൾക്കുമ്പോൾ പെന്തക്കോസുകാരൻ പറയോ, ഭൂകമ്പമുണ്ടായി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. യഹൂദ്യ വീക്ഷണത്തിൽ ക്രൂശിനെ കാണാം, വൈകാരികമായി ക്രൂശിനെ കാണാം, ഹൃദയദൃഷ്ടി തുറന്ന് ആത്മാവിൽ ക്രൂശിനെ കാണാം. ഒരു സമയത്ത് ഞാനും ഒത്തിരി ക്രൂശിനെ ധ്യാനിച്ച് കരയുമായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് എൻ്റെ അടുക്കൽ പറഞ്ഞു, നീ ക്രൂശിനെ ധ്യാനിച്ച് കരയുന്നതിനെക്കാട്ടിലുപരി അതിനകത്തൊരു പവറുണ്ട്. ആ പവറിനെ നീ കയറി പിടിക്കുക. ആ ക്രൂശിനകത്തൊരു അധികാരമുണ്ട്, ആ ക്രൂശിനകത്തൊരു ശക്തിയുണ്ട്, ആ ക്രൂശിനകത്തൊരു ജയമുണ്ട്. ആ ക്രൂശിലെ രക്തം ഒഴുകുന്നത് കണ്ട് നീ കരയുകയല്ല, ആ രക്തത്തിനകത്താണ് നിന്റെ മുമ്പാകെ ഭൂതങ്ങൾ വീഴുന്നത്.
അഴിയുന്നതെന്ന്, നിന്റെ മുമ്പാകെ ശാപങ്ങൾ അഴിയുന്നതെന്ന് നീ തിരിച്ചറിഞ്ഞ് നീ ആ ക്രൂശിന്റെ രക്തത്തിൽ ഇന്ന് വരെ പെന്തക്കോസിലെ ഒരു പാസ്റ്ററും ക്രൂശ് പറഞ്ഞ് കരയുന്നത്, ക്രൂശിന്റെ രക്തം പറഞ്ഞ് കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. പകരം ക്രൂശിന്റെ രക്തം പറയുമ്പോ ആറ്റം ബോംബിടുന്ന പവറില് പെന്തക്കോസുകാർ രക്തം പറയുന്നത്. അവന്റെ ശിരസ് തുടങ്ങി, എന്റെ കർത്താവിന്റെ ശിരസ് തുടങ്ങി കാൽപാദം വരെ വാർന്നൊലിച്ച ഓരോ തുള്ളി രക്തവാ. അത് ഞങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുക്കാനല്ല, ഞങ്ങളുടെ കണ്ണുനീര് തുടച്ചു കളയാൻ അതിനു വേണ്ടിയാണ് ആ രക്തം. ക്രൂശിനെ ആത്മാവിൽ കാണാൻ തുടങ്ങിയാൽ അവിടെ ശക്തി കയറാൻ തുടങ്ങും. ഇടത്ത് ഭാഗത്ത് കിടന്ന മനുഷ്യൻ പറയുക, യോ രക്ഷിക്കപ്പെടാത്ത മിശിഹ. പക്ഷെ വലത്ത് ഭാഗത്തു നിന്നവൻ പറയുക, എന്താ നീ രാജാവാ? ഹോ, ക്രൂശിൽ കിടക്കുമ്പോഴും കാണുന്നത് എന്താണെന്ന് അറിയാമോ? രാജാവാ, രാജാവാ. നീ ഒരു വലിയ യുദ്ധത്തിലാ. അതുകൊണ്ടാ പറയുന്നത് ഈ യുദ്ധം തീരും. യുദ്ധത്തിന്റെ ജയം ആരുടേതായിരിക്കും? നിന്റേതായിരിക്കും. ചില മണിക്കൂറുകൾക്കകത്ത് നീ രാജ്യത്വം പ്രാപിക്കും. ആ രാജ്യത്വം പ്രാപിക്കുമ്പോ എന്നെയും കൂടെ ഓർക്കണമേ. ഹോ, അരവസ്ത്രം മാത്രം ധരിച്ച് ശിരസ് ചാഞ്ഞു കിടക്കുന്ന 3 കാരിരുമ്പാണികളിൽ ഉടല് തൂങ്ങിക്കിടക്കുന്ന വികൃത കോലത്തെ കണ്ടിട്ട് ആ മനുഷ്യൻ പറയുക, നീ രാജാവാ, നീ യുദ്ധക്കളത്തിലാ. ചില മിനിറ്റുകൾക്കകത്ത് നീ സിംഹാസനത്തിൽ കയറോ. ആ സിംഹാസനത്തിൽ കയറുമ്പോ ആദ്യം എന്നെ ഓർക്കണം. ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവജനത്തെ പ്രൊവോക്ക് ചെയ്ത് ചോദിക്കുക, ക്രൂശിൽ കിടന്ന ആ കള്ളന് കാൽവറിയിൽ കിടന്ന ക്രിസ്തുവിനെ കണ്ടിട്ട് ഇത് മിശിഹയാണെന്ന് പറയാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി എനിക്ക് നിനക്ക് ആ ക്രൂശിത രൂപത്തെ കണ്ടിട്ട് അത് ജയോത്സവമാണെന്ന്. സ്തോത്രം. പൗലോസ് ക്രൂശിനെ കണ്ടിട്ട് പറയാം ഇത് ജയോത്സവമാണെന്ന്. എലോഹി എലോഹി ലമ്മ ശബക്താനി എന്ന് വിളിച്ച ക്രൂശ് ജയോത്സവമാ. എനിക്ക് ദാഹിക്കുന്നുവെന്ന് പറഞ്ഞ ക്രൂശ് ജയോത്സവമാ. അപ്പുറത്ത് അമ്മ കരഞ്ഞുകൊണ്ട് നിന്ന ക്രൂശ് അത് ജയോത്സവമാ. ഞാൻ അങ്ങനെയെങ്കിൽ അതിനെ തിരിച്ചൊന്നും കൂടെ പറയട്ടെ. കാൽവറിയിലെ ക്രൂശ് ജയോത്സവമാണെങ്കിൽ എന്റെയും നിന്റെയും ചുമലിലിരിക്കുന്ന ക്രൂശ്, യെസ്, അത് എന്റെയും നിന്റെയും ജയമാണ്. തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കാത്തവനോ എന്റെ ശിഷ്യനായി ഇരിപ്പാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി നിന്റെ പ്രതികൂലങ്ങളെ നോക്കി പറ, ക്രൂശിന്റെ വചന എനിക്ക് ജയോത്സവ. ഇന്നിന്റെ ശോധന നൽകുന്ന വേദന അത് വിഷമമുള്ളതാണ്. പക്ഷെ എനിക്കറിയാം അതിന് പൊന്നിനെ കാട്ടില വിലയുണ്ട്. അഴിഞ്ഞു പോകുന്നത് തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനെ കാട്ടില എന്റെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്. ഇന്ന് രാത്രി ധൈര്യപ്പെട്ടാട്ടെ. എൻ്റെ ക്രൂശ് എൻ്റെ പ്രശംസയാ, എൻ്റെ ക്രൂശ് എൻ്റെ പ്രശംസയാ. ഞാൻ പ്രശംസിക്കുന്നുവെങ്കിലോ എൻ്റെ ക്രൂശിലല്ലാതെ അപ്പോൾ പൗലോസ് എന്താ പറയുന്നത്? ക്രൂശ് എനിക്ക് പ്രശംസയാ. ഒന്നാമതായി പറയുകയാണ് സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. രണ്ടാമതായി പറയുകയാണ് ക്രൂശ് എനിക്ക് പ്രശംസയാണ്. ഞാൻ അതിനെ വളരെ ഷോർട്ടായിട്ട് പറയാം. വചനം നിന്റെ കയ്യിലുണ്ടോ നീ ശക്തനായിരിക്കുക. അതുകൊണ്ടാണ് ഫിലദൽഫിയ സഭയ്ക്ക് ദൂതെഴുതുമ്പോ പറയുകയാണ്, ആമേ, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. സാത്താന്റെ പള്ളിക്കാരായവർ വരെ നിന്റെ അടുക്കൽ വന്ന്
ഗുസ്തി പിടിക്കുക. പക്ഷെ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. ഇത്രയും ഫീബിളായിട്ടോ, ഇത്രയും ബലഹീനനായിട്ടോ നീ എങ്ങനെ പിടിച്ചു നിന്നത്? അവിടെ പറയുകയാണ്, നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിൽ നീ എന്തോ ചെയ്തോ? എൻ്റെ വചനത്തെ കയറി അങ്ങ് മുറുകെ പിടിച്ചോ. ജനപ്രഭാരി, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലോ നിനക്ക് വചനത്തെ കയറി അങ്ങ് പിടിക്കാമോ? നിനക്ക് വചനത്തെ കയറി അങ്ങ് ഹുക്ക് ചെയ്യാമോ? നിനക്ക് വചനത്തെ കയറി അങ്ങ് ഹോൾഡ് ചെയ്യാമോ? അങ്ങനെയെങ്കിൽ ഒരു അന്ധകാര മണ്ഡലങ്ങൾക്കോ ഒരു പൈശാചിക ശക്തികൾക്കോ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. പക്ഷെ ദൈവത്തിന്റെ വചനം നിന്റെ തലയ്ക്കകത്തുണ്ടോ? ദൈവത്തിന്റെ വചനം നിന്റെ ചങ്കിനകത്തുണ്ടോ? നിന്നെ ആർക്ക് തൊടാൻ കഴിയോ? ഫിലദൽഫിയ സഭയോട് പറയാ, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. പക്ഷെ നിന്റെ മുമ്പാകെ തുറന്ന ഒരു വാതിൽ അടയ്ക്കാൻ ഉലകത്തിൽ ഒരുത്തനും കഴിയത്തില്ല. പിന്നെ നിന്റെ മുമ്പാകെ ഞാൻ അടച്ച വാതിൽ തുറക്കാൻ ഉലകത്തിൽ ഒരുത്തനും കഴിയത്തില്ല. എന്താ കാരണം? നീ വചനത്തെ കയറി അങ്ങ് പിടിച്ചേക്കുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഹോൾഡ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിക്ക്. അവന്റെ കൽപ്പനകളെ മുറുകെ പിടിക്ക്. അവൻ നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്ക്. ദൈവം നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്ക്. യെസ്, നിങ്ങളുടെ ബലം എന്തുള്ളതെന്നുള്ളതല്ല വിഷയം. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. പക്ഷെ നീ ഒരു കാര്യത്തെ കയറി പിടിച്ചോ എന്ന് പറഞ്ഞാൽ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. പക്ഷെ നീ ദൈവത്തിന്റെ വചനത്തെ കയറി പിടിച്ചോ. അത് കാരണം പിന്നെ നിന്നെ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? ആർക്കും തൊടാൻ കഴിയുന്നില്ല. എൻ്റെ സഹോദരങ്ങളെ, 66 KB ലൈൻ പോകുന്ന അതിനകത്തൊരു കോപ്പർ വയർ കയറി പിടിച്ചാല് കോപ്പറിന്റെ ബലമാണോ പിന്നെ ആൾക്കാർ അന്വേഷിക്കുന്നേ? അലൂമിനിയത്തിന്റെ ബലമാണോ അന്വേഷിക്കുന്നത്? സ്റ്റീലിന്റെ ബലമാണോ അന്വേഷിക്കുന്നത്? അല്ല, അതിനകത്തുകൂടെ പാസ് ചെയ്യുന്ന കരണ്ടിന്റെ ബലമാ. ഇന്ന് രാത്രി ഞാൻ നിന്നോട് പറയട്ടെ, നീ ശാരീരികമായി എത്ര ക്ഷീണിതനാകട്ടെ, നീ മാനസികമായി എത്ര ബലഹീനനാകട്ടെ, നീ സാമ്പത്തികമായി എത്ര തകർന്ന് തരിപ്പണമായവനായിരിക്കട്ടെ, പക്ഷേ നിനക്ക് വചനത്തെ കയറി പിടിക്കാമോ? വാഗ്ദത്തത്തെ കയറി പിടിക്കാമോ? പ്രോമിസിനെ കയറി പിടിക്കാമോ? തുറന്നതൊന്നും അടയത്തില്ല, അടഞ്ഞതൊന്നും തുറക്കത്തില്ല. ഒരുത്തനും നിന്നെ തൊടാൻ കഴിയത്തില്ല. വൻമഴ പെയ്യട്ടെ, നദികൾ പൊങ്ങട്ടെ, കാറ്റടിക്കട്ടെ, പക്ഷേ അടിസ്ഥാനം വചനത്തിന്റെ മേലാണോ? വീഴത്തില്ല. കാരണം power is in the word of God. The power is in the word of God. ഇന്ന് രാത്രി power is in the word of God. നിങ്ങൾക്ക് നൽകപ്പെട്ട തിരുവെഴുത്തുകളെ ഉയർത്തിപ്പിടിച്ചു പറ, the power is in the word of God. The power is in the word of God. എൻ്റെ ശക്തി എൻ്റെ ദൈവം എനിക്ക് നൽകിയ വചനത്തിനകത്താണ്. അതുകൊണ്ടാ ഭക്തനൊക്കെ പാടുന്നത്, ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ. ഹോളി സ്പിരിറ്റ്, ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം നിങ്ങളെ ആശ്വസിപ്പിക്കാൻ മാത്രമുള്ളതല്ല, നിങ്ങളെ സമാധാനിപ്പിക്കാൻ മാത്രമുള്ളതല്ല, നിങ്ങളുടെ ചുമരിന്മേൽ വെറുതെ എഴുതി വെക്കാൻ മാത്രമുള്ളതല്ല. ദിസ് ഈസ് യുവർ സ്ട്രെങ്ത്. വൻമഴ പെയ്യാം, നദികൾ പൊങ്ങാം, കാറ്റലയ്ക്കാം, പക്ഷേ if you are established in the word of God, നീ വചനത്തിൽ കയറി നിൽക്കുന്നവനാണെങ്കിൽ, വചനത്തിൽ ഉറപ്പുള്ളവനാണെങ്കിൽ, നീ ശക്തനാണ്, നീ ശക്തനാണ്, നീ ശക്തനാണ്. ജീസസ്. അതുകൊണ്ടാ ദൈവം യോശുവയുടെ അടുക്കൽ പറഞ്ഞ, യോശുവ, ഞാൻ നിനക്ക് നൽകിയിട്ടുള്ള ന്യായ പ്രമാണം വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്.
മാറരുത്, അത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അത് നിന്റെ കൈമേലും നെറ്റിമേലും കെട്ടിക്കൊള്ളുക. അത് നിന്റെ വീട്ടിലെല്ലാം എഴുതിക്കൊള്ളുക. നീ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും നീ ആ വാഗ്ദത്തത്തെ, നീ ആ വചനത്തെ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേ ഇരിക്കുക. Ponder the word of God. നീ ഇങ്ങനെ മനസ്സിനകത്തോ ചിന്തക്കകത്തും മൊത്തം ആ വേർഡ് ഇങ്ങനെ ഇട്ട് കറക്കിക്കൊണ്ടിരിക്കുക. ആമേൻ. നിന്റെ ആയുഷ്കാലത്തൊരിക്കലോ ഒരു മനുഷ്യന് നിനക്കെതിരെ നിൽക്കത്തില്ല. ദൈവത്തിന്റെ വചനം അകത്ത് വസിക്കണം. പക്ഷെ ഇന്ന് നമ്മുടെയൊക്കെ സഹോദരങ്ങളുടെ അകത്ത് വസിക്കുന്നത് എന്താണെന്നറിയാമോ? അച്ചായൻ പറഞ്ഞവരാക്കും, അമ്മാമവരാകിയവരാക്കും, നാട്ടുകാർ പറഞ്ഞ പരിഹാസവാക്കും, ടീച്ചർ പറഞ്ഞ കുത്തുവാക്കും, പാസ്റ്റർ പറഞ്ഞ പരിഹാസവും, ഇത് മുഴുവനും തലയ്ക്കകത്തിട്ട് കടക്കുക. പിന്നെ എവിടാ ശക്തിപ്പെടുന്നേ? പിന്നെ എവിടാ ശക്തിപ്പെടുന്നത്? ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്നെ പൊട്ടനെന്നും മണ്ടനെന്നും വട്ടനെന്നും വിളിച്ചവരുടെ നടുവിൽ നീ അവര് പറഞ്ഞതെല്ലാം കാതിലും ചങ്കിനകത്തും ഇട്ടുകൊണ്ട് നടക്കുകയല്ല, അതിലുപരിയായി പറഞ്ഞുകൊണ്ട് നടക്ക്. ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തം, ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തം, ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തം. എൻ്റെ മനസ്സിൽ ഒന്നേ ഉള്ളൂ, ദൈവം നൽകിയ വാഗ്ദത്തം. എൻ്റെ ഹൃദയത്തിനകത്ത് ഒന്നേ ഉള്ളൂ, ദൈവം നൽകിയ വാഗ്ദത്തം. എൻ്റെ ചിന്തയ്ക്കകത്തൊന്നേ ഉള്ളൂ, ദൈവം നൽകിയ വാഗ്ദത്തം. ടീച്ചർ ഓപ്പൺ ഹൗസിൽ ടീച്ചർ വിളിച്ച് നിന്റെ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞു കാണോ, വല്ല വേറെ ഏതെങ്കിലും സ്കൂളിൽ കൊണ്ടുവിട്, ഇതിനെ പഠിപ്പിച്ചിട്ടൊന്നും കാര്യമില്ലെന്ന്. ടീച്ചർ പറഞ്ഞ വിമർശനങ്ങളെ അല്ല നീ കേട്ടുകൊണ്ടിരിക്കേണ്ടത്. അയൽക്കാരി വന്ന് പറഞ്ഞു കാണോ, ചെറുക്കം പിഴച്ചെന്ന്. മാതാപിതാക്കളോ ഇൻലോസോ നിന്നെ നോക്കി പറഞ്ഞു കാണും രക്ഷയില്ലെന്ന്. ഡോക്ടറോ സയന്റിസ്റ്റോ പറഞ്ഞേക്കാ ഹോപ്പ്ലെസ് എന്ന്. പക്ഷെ അവരെന്ത് പറഞ്ഞുവെന്നുള്ളതല്ല വിഷയം, ദൈവം നിന്നോട് എന്ത് പറഞ്ഞുവെന്നുള്ളതാ. നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്നോട് ഇടപെട്ടാൽ പ്രവാചകന്റെ ദൂതുകളെ വരെ മാറ്റി എഴുതാൻ കഴിയും. യെശയ്യാവ് ഉലകം കണ്ട ഏറ്റവും ദീർഘവീക്ഷണമുള്ള പ്രവാചകൻ, തനിക്ക് ശേഷം മൂന്നാം തലമുറയെ നോക്കി പ്രവചിച്ചവൻ, യെരൂശലേമിലെ യഹൂദ്യയിൽ എഴുന്നേറ്റ, ഇസ്രായേലിൽ എഴുന്നേറ്റ ആദ്യമേ ജാതികളെ കുറിച്ച് പ്രവചിച്ച പ്രവാചകൻ, മിശിഹായെ കുറിച്ച് ഏറ്റവും അധികം പ്രവചിച്ച പ്രവാചകൻ, 700 സംവത്സരങ്ങൾക്ക് ശേഷം സംഭവിക്കുവാനുള്ളത് സ്ഥലത്തിന്റെ പേരും ആളിന്റെ പേരും ചേർത്ത് പ്രവചിച്ച പ്രവാചകൻ. ഈ പ്രവാചകൻ ചെന്ന് ഹിസ്കിയാ രാജാവിന്റെ അടുക്കൽ ഒരു ദൂത് പറഞ്ഞു. ഹിസ്കിയാവ് ചുമരിന്റെ നേരെ കിടന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചോ. കൊട്ടാരത്തിന്റെ പടി ഇറങ്ങി പോകുന്നതിന് മുമ്പ് യെശയ്യാവിന്റെ അടുക്ക പറഞ്ഞു, യെശയ്യാവേ തിരിച്ച് ഹിസ്കിയാവിന്റെ അടുക്ക ചെന്നിട്ട് പറ, ദൂത് ക്യാൻസലായി എന്ന് പറയാൻ. ഇന്ന് രാത്രി നീ പിന്നെ ഏത് മനുഷ്യന്റെ വാക്കിനെ ഭയപ്പെടോ? നോ, ദൈവത്തിന്റെ വചന ഹൃദയത്തിൽ കയറട്ടെ. ജീസസ്. ഒന്ന്, ദൈവത്തിന്റെ വചനത്താൽ ശക്തിപ്പെടുക. 2, എബ്രായ ലേഖനം. ഞാൻ 2-3 പോയിന്റുകളെ വേഗത്തിൽ പറയാം. എനിക്ക് അവസാനത്തെ ഒരു പോയിന്റിലേക്കാണ് നിങ്ങളെ കൊണ്ടുവരേണ്ടത്. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 34-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, തീയുടെ ബലം കെടുത്തു, വിശ്വാസത്താൽ അവർ തീയുടെ ബലം കെടുത്തു, വിശ്വാസത്താൽ അവർ വാളിന്റെ വായ്ക്ക് തെറ്റി. അടുത്ത ഭാഗം പറയുകയാണ്, വിശ്വാസത്താൽ ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. അതിനകത്ത് ഒറ്റ വാക്ക് മാത്രം ഞാൻ പറയുകയാണ്, വിശ്വാസത്താൽ അവർ, ഉറക്കെ പറഞ്ഞ, വിശ്വാസത്താൽ അവർ ശക്തി പ്രാപിച്ചു. ഇന്ന് രാത്രി ദൈവജനം തിരിച്ചറിയണോ, എത്രത്തോളം നീ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുമോ അത്രത്തോളം ദൈവം നിന്നെ എംപവർ ചെയ്തുകൊണ്ടിരിക്കോ. എത്രത്തോളം നീ സംശയിക്കുമോ അത്രത്തോളം നീ ഇങ്ങനെ ആടിയുലയോ. യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, സംശയിക്കുന്നവൻ ആടി ഉലയുന്ന കടൽ തിരക്ക് സമൻ. എന്നാൽ യഹോവയിൽ ആശ്രയിക്കുന്നവൻ, യഹോവയിൽ വിശ്വസിക്കുന്നവൻ കുലുങ്ങാതെ എന്നേക്കോ ഉറച്ചു നിൽക്കുന്ന സിയോന്റെ പർവ്വതം പോലെ ആകുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, ദൈവം നിന്റെ മേൽ പകർന്ന വിശ്വാസം അത് നിന്നെ ബലഹീനപ്പെടുത്തുന്നതല്ല, അത് നിന്നെ ശക്തനാക്കുന്നതാണ്. ഇന്ന് രാത്രി പ്രതികൂലങ്ങളിൽ സംശയിക്കരുത്, വെല്ലുവിളികളിൽ ധൈര്യപ്പെടരുത്, പകരം ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കുവിൻ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും
എങ്കിലും വിശ്വസിപ്പീൻ, വിശ്വസിപ്പീൻ, വിശ്വസിപ്പീൻ. ലോകത്തെ ജയിക്കുന്ന ജയമോ നമ്മുടെ വിശ്വാസം. ഒന്ന്, വചനം നമ്മളെ ശക്തിപ്പെടുത്തോ. രണ്ട്, സ്തോത്രം, നമ്മളെ ശക്തിപ്പെടുത്തോ. മൂന്നാമത്തെ ശക്തിയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരാം. ആമേൻ. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം, 2 തിമോഥെയോസ് 2:1. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എൻ്റെ മകനെ, ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. അപ്പൊ പൗലോസ് തിമോഥെയോസിന്റെ അടുക്ക പറയുക, ശക്തിപ്പെടണമെങ്കിൽ എന്തോ വേണോ? കൃപ വേണം. ശക്തിപ്പെടണമെങ്കിൽ എന്തോ വേണം? കൃപ വേണോ? ഏതാണ് ഈ കൃപ എന്ന് പറയുന്നത്? കൃപയുടെ അനേക അനുഭവങ്ങളുണ്ട്. പക്ഷേ എപ്പോഴാണ് ഒരു മനുഷ്യന് കൃപ ലഭിക്കുന്നത്? ആമേൻ. നമ്മളെല്ലാവരും പറയും, പ്രാർത്ഥിക്കുന്ന മനുഷ്യന്, താഴ്മയുള്ള മനുഷ്യനാണ് കൃപ ലഭിക്കുന്നതെന്ന്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ അതിനകത്ത് ഒറ്റ പോയിന്റ് എടുക്കാം. പൗലോസിന്റെ അടുക്കൽ ചോദിക്കാം, പൗലോസ്, താങ്കൾക്ക് എപ്പോഴാണ് ഏറ്റവും വലിയ കൃപ ലഭിച്ചത്? പൗലോസ് പറയാ, കൊരിന്ത്യ ലേഖനത്തിലേക്ക് വാ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായത്തിൽ വാ. എനിക്ക് കൃപ ലഭിച്ചത് എവിടാണെന്ന് ഞാൻ പറഞ്ഞു തരാം. സ്തോത്ര. സ്വപ്നങ്ങളെയും ദർശനങ്ങളെയും വ്യാഖ്യാനങ്ങളെയും കുറിച്ച് പറഞ്ഞു വന്നിട്ട് പൗലോസ് പറയുകയാണ്, എൻ്റെ ശരീരത്തിൽ ഞാനൊരു ശൂലം അനുഭവിക്കുകയാണ്. സാത്താന്റെ ദൂതൻ നിരന്തരം എന്നെ നിന്ന് കുത്തുകയാണ്. അത് നീങ്ങിപ്പോകേണ്ടതിന് ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു മറുപടി ഉണ്ടായില്ല. പിന്നെ താങ്കൾ എന്തോ ചെയ്തു? ഞാൻ രണ്ടാമത് ഒന്നും കൂടെ പ്രാർത്ഥിച്ചിട്ട് രണ്ടാമത്തെ പ്രാർത്ഥനയല്ലോ മറുപടി ഉണ്ടായില്ല. പിന്നെ താങ്കൾ എന്തോ ചെയ്തു? മൂന്നാമത് ഒന്നും കൂടെ പ്രാർത്ഥിച്ചപ്പോ സൗഖ്യമായോ? അദ്ദേഹം പറഞ്ഞു, 3-ാം വട്ടം പ്രാർത്ഥിച്ചപ്പോ സൗഖ്യം കിട്ടത്തില്ലെന്ന് ഉറപ്പായി. ആദ്യത്തെ 2 പ്രാവശ്യം മറുപടി കിട്ടിയില്ല. പക്ഷെ 3-ാമത്തെ പ്രാവശ്യം കർത്താവ് പറഞ്ഞു, സൗഖ്യം എന്ന് പറയുന്ന സാധനം ഇപ്പൊ നിനക്ക് തരാനില്ല. പകരം ദൈവം പൗലോസിന്റെ അടുക്കൽ പറഞ്ഞു, എൻ്റെ കൃപ നിനക്കു മതി. പൗലോസ്, താങ്കൾക്ക് എവിടെയാണ് കൃപ ലഭിച്ചത്? പൗലോസ് എൻ്റെ അടുക്കൽ പറയും. ആമേൻ. പൗലോസ് നിങ്ങളുടെ അടുക്കൽ പറയും, കുഞ്ഞെ, പ്രാർത്ഥനകളുടെ മറുപടി കിട്ടാതെ വരുമ്പോൾ അവിടെ ദൈവം കൃപ പകരുമെന്ന് നീ അറിഞ്ഞുകൊള്ളണം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒരു സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആമേൻ, നമ്മളുടെ ഏറ്റവും നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നത് നമുക്ക് ലഭിച്ച പ്രാർത്ഥനയുടെ മറുപടികളെ കുറിച്ചായിരിക്കത്തില്ല. നോട്ട് ഫോർ ദ ആൻസേർഡ് പ്രേയേഴ്സ് ബട്ട് ഫോർ ദ അൺആൻസേർഡ് പ്രേയേഴ്സ്. ആമേൻ. എന്നെ ഈ പരുവത്തിലാക്കിയത് ദൈവം എൻ്റെ പല പ്രാർത്ഥനകൾക്കും മറുപടി തരാഞ്ഞതുകൊണ്ടാ. എന്നെ വിശ്വാസത്തിൽ വീരനാക്കിയത് ദൈവം എൻ്റെ പല പ്രാർത്ഥനകൾക്ക് മറുപടി തരാഞ്ഞതുകൊണ്ടാ. എന്നെ ക്ഷമ പഠിപ്പിച്ചത് ദൈവം എൻ്റെ പല പ്രാർത്ഥനകൾക്ക് മൗനമായിരുന്നത് കൊണ്ടാ. ദൈവം എന്നെ വിശുദ്ധനാക്കുന്നത് എൻ്റെ പല പ്രാർത്ഥനകൾക്ക് മറുപടി തരാതിരുന്നത് കൊണ്ടാ. 116-ാം സങ്കീർത്തനത്തിന്റെ ആരംഭ ഭാഗം ഇങ്ങനെയാ പറയുന്നത്: യഹോവ എൻ്റെ പ്രാർത്ഥനകളോ യാചനകളോ കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. പക്ഷെ ഞാൻ ആ സങ്കീർത്തനം വായിച്ചിട്ടൊക്കെ പറയോ, കേട്ടതുകൊണ്ട് മാത്രം സ്നേഹിക്കാനായിരുന്നെങ്കിൽ എൻ്റെ സ്നേഹം എന്നെ കുറഞ്ഞു പോയേനെ. പക്ഷേ എനിക്ക് പറയാനുള്ളത് 116-ാം സങ്കീർത്തനമല്ല. കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ നഗ്നതയോ ആപത്തോ വാളോ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നതാ. മരണത്തിനോ ജീവനോ ദൂതനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ കഴിയുകയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം കയറി നിൽക്കുമ്പോൾ 116-ാം സങ്കീർത്തനം താണു നിൽക്കുക. കാരണം അതാണ് കൃപയുടെ സുവിശേഷം, അതാണ് കൃപയുടെ അധികാരം. സ്തോത്രം. ഇന്ന് രാത്രികാലം എൻ്റെ സഹോദരങ്ങളെ, കൃപയ്ക്കകത്ത് ശക്തിപ്പെടണം എന്ന് പറഞ്ഞാൽ ദൈവം നൽകിയ മറുപടികൾക്കകത്തല്ല ശക്തിപ്പെടേണ്ടത്. മറുപടി നൽകാതെ ദൈവം മൗനമായിരിക്കുന്ന വിഷയങ്ങളില്ലേ? എന്നിട്ട് പൗലോസ് അതുകൊണ്ട് പറയുക 10-ാം വാക്യത്തിൽ, 2 കൊരിന്ത്യർ 12:10, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. പുറമെ ബലഹീനനായി തീരുമ്പോൾ തന്നെ ഞാൻ അകത്തൊരു പുതിയ ശക്തിയിലേക്ക് കയറുകയാ. എവിടെ നിന്ന് ശക്തി വന്നോ? ദൈവത്തിന്റെ കൃപയാൽ ഞാൻ ശക്തിപ്പെട്ടോ. പൗലോസ് പറയുകയാണ്, കർത്താവ് എന്നോട് പറഞ്ഞോ, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ
തികഞ്ഞു വരും. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, മൈ സ്ട്രെങ്ത് ഷാൽ റെസ്റ്റ് അപ്പോൺ യുവർ ഇൻഫോർമിറ്റീസ്. നിന്റെ ബലഹീനതയ്ക്കകത്താണ് എൻ്റെ ശക്തിയുടെ സീറ്റ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറഞ്ഞാട്ട്, നിന്റെ ബലഹീനതയാണ് ദൈവത്തിൻ്റെ ശക്തിയുടെ സിംഹാസനം. നിന്റെ പോരായ്മകളാണ് ദൈവത്തിൻ്റെ ശക്തിയുടെ സിംഹാസനം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഇത് ഞങ്ങൾക്ക് മൺകൂടാരങ്ങളിൽ ദൈവം എന്ത് ചെയ്തിരിക്കുകയാണ്? പകർന്നിരിക്കുകയാണ്. ഇമ്പാർട്ടഡ് പവർ ഓഫ് ഗോഡ്. അത് കൃപയ്ക്കകത്താണ് ഉണ്ടാകുന്നത്. ആമേൻ. ഒന്നാം പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നവനല്ല ശക്തിയുള്ളത്. 2-ലും 3-ലും മറുപടി കിട്ടാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. കർത്താവിൻ്റെ അടുക്കൽ വന്നതിൽ 2 കൂട്ടരുണ്ടായിരുന്നു. ഒരു കൂട്ടർ വെറും കൈയായി വന്നു. ആമേൻ. അവർ തിന്ന് തൃപ്തരായി മടങ്ങിപ്പോയി. എന്നാൽ വേറൊരു കൂട്ടർ യേശുവിൻ്റെ അടുക്കൽ വന്നു. നാഥാ, ഞങ്ങൾ സകലവും വിട്ട് അങ്ങേ അനുഗമിച്ചു എന്ന് പറഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, പത്രോസിൻ്റെ വലയ്ക്കകത്ത് 2 പടകിനുള്ള വല മീൻ കയറി. പക്ഷേ പത്രോസ് ആ മീനും വിറ്റോണ്ട് അവിടെ ഇരുന്നെന്നല്ല എഴുതിയിരിക്കുന്നത്. പടകും വലയും വിട്ടിട്ട് കർത്താവിനെ അനുഗമിച്ചു. അവിടെയാണ് ദൈവകൃപ വ്യാപരിക്കുന്നത്. പ്രതികൂലങ്ങൾക്കകത്തും കർത്താവിനെ സ്നേഹിക്കാമോ? പ്രതിസന്ധികൾക്കകത്തും കർത്താവിനെ സേവിക്കാമോ? നിന്ദകൾക്കകത്തും കർത്താവിനെ സേവിക്കാമോ? പരിഹാസങ്ങൾക്കകത്തോ അമ്മേ കർത്താവിനെ സ്നേഹിക്കാമോ? കപ്പൽ ഛേദം വരട്ടെ, നാട്ടിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, നുഴഞ്ഞു കയറിയവരാലുള്ള ആപത്ത്, പ്രതികൂലത്തിന്റെ ദിനരാത്രങ്ങൾ നീണ്ടു നിന്നാല്, കഷ്ടതയുടെ രാത്രികൾ ഒഴിയാതെ നിന്നാല്, മാനസിക വേദനയുടെ മാനസിക സമ്മർദ്ദത്തിന്റെ മാസങ്ങൾ നീണ്ടു നിന്നാല്, വ്യർത്ഥമാസങ്ങളോ കഷ്ടരാത്രികളും അവകാശമായാല്, ക്ലേശിപ്പിക്കപ്പെട്ട സംവത്സരങ്ങൾ ജീവിതത്തിൽ വന്നാല്, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി കൃപ പ്രാപിക്കുന്ന ദൈവ പൈതലിനോട് കർത്താവ് പറയാ, എന്റെ ശക്തി നിന്റെ അകത്തുണ്ട്, എന്റെ ശക്തി നിന്റെ അകത്തുണ്ട്. ഇന്ന് രാത്രി കൃപയുള്ള ദൈവജനത്തിന്റെ അകത്ത് ദൈവത്തിന്റെ ശക്തിയുണ്ട്. ജീസസ്, ജീസസ്. എൻ്റെ സഹോദരങ്ങളെ, തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം, ഞാൻ 2-3 ഭാഗങ്ങളും തൊട്ട് പറഞ്ഞു പോകാം കേട്ടോ. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്: ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവർ. ഭക്തിക്കൊരു ശക്തിയുണ്ട് സഹോദരങ്ങളെ. ഇവിടെ പറയുകയാണ്, ഭക്തിക്കൊരു വേഷവുമുണ്ട്, ഭക്തിക്കൊരു ശക്തിയുമുണ്ട്. ദലീല ശിംശോന്റെ അടുക്കൽ ചോദിച്ചു, നിനക്കെവിടുന്ന ഇത്രയും ശക്തി? നിനക്കെങ്ങനെ ഇത്രയും പവർ ഉണ്ടായത്? ശിംശോൻ പറഞ്ഞ മറുപടിയുണ്ട്. ആമേൻ. എൻ്റെ അമ്മ ഒരു ഭക്തയായ സ്ത്രീയായിരുന്നു. മക്കളില്ലാതിരുന്ന ദീർഘനാളുകൾ കഴിഞ്ഞിട്ടും അവൾ ദൈവത്തെ ഏകാന്തമായി അന്വേഷിക്കുന്നവളായിരുന്നു. ഒരു നാളിൽ എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നു. എൻ്റെ അമ്മയോട് സംസാരിച്ചു. അമ്മയ്ക്ക് കിട്ടിയ വെളിപ്പാടിൽ അവൾ വിശുദ്ധയായി ജീവിച്ചു. ഞാൻ ഗർഭം ധരിക്കുമെന്ന് അറിഞ്ഞ നാൾ തുടങ്ങി, എന്നെ ഗർഭം ധരിക്കുമെന്ന് അറിഞ്ഞ നാൾ തുടങ്ങി എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഒരു നാസീറായിരുന്നു. ഞാൻ ജനിച്ച അന്ന് തുടങ്ങി എൻ്റെ തലയിൽ ക്ഷൗരക്കത്തി വെക്കാതെ എൻ്റെ സമപ്രായക്കാരായ കുഞ്ഞുങ്ങളെയൊക്കെ മുടിവെട്ടി മിടുക്കന്മാരായിട്ട് നടത്തുമ്പോൾ എൻ്റെ തല മാത്രം ഇങ്ങനെ ചിന്നിച്ചെതറി ഒരു ജട പിടിച്ച് നടന്നു. എല്ലാ കുഞ്ഞുങ്ങളും അവരുടെ കൗമാരത്തിൽ നല്ല ഫാഷനിൽ നടന്നപ്പോൾ എൻ്റെ അമ്മ അതിനൊന്നും എന്നെ സമ്മതിച്ചില്ല. എൻ്റെ തലമുടി വെട്ടാതെ ഇങ്ങനെ ജട പിടിച്ച് നടന്നു. ഞാൻ പലപ്പോഴും ചോദിച്ചമ്മേ, എൻ്റെ മുടി ഒന്ന് വെട്ടിത്തരാത്ത എന്താണെന്ന്. പക്ഷെ അമ്മ എന്നോട് പറഞ്ഞു, കുഞ്ഞെ, നീ ദൈവത്തിന് നാസീറാണെന്ന്. പിന്നെ എനിക്കും അത് ശീലമായി. അങ്ങനെ എൻ്റെ അമ്മ എന്നെ ഭക്തിയിൽ വളർത്തിയതാ. ആ ഭക്തി എൻ്റെ അകത്തു കിടപ്പുണ്ട്. ഞാൻ ശവത്തെ തൊടത്തില്ല. ഞാൻ മുന്തിരിയുടെ കുരു തൊട്ട് തൊലി വരെ തിന്നത്തില്ല. മുന്തിരി വള്ളിയെപ്പോലും ഞാനൊന്ന് തൊടത്തില്ല. ഞാൻ വേർപാടുള്ളവനാ. എൻ്റെ അകത്തൊരു വല്ലാത്ത ഭക്തി കിടപ്പുണ്ട്. ആ ഭക്തിയാണ് എൻ്റെ ശക്തി. വെട്ടാതെ വളർന്ന് തമ്മിൽ കൂട്ടിപ്പിടിച്ച് കിടക്കുന്ന, ജട പിടിച്ച് കിടക്കുന്ന, മനുഷ്യന് പരിഹാസമായി തോന്നുന്ന ഈ തലമുടിയില്ലേ, ഇതിനകത്താണ് എൻ്റെ ശക്തി ഇരിക്കുന്നത്. ഇന്ന് രാത്രി ദൈവ പൈതലേ,
നിന്റെ ശക്തി കിടക്കുന്നത് നിന്റെ ഭക്തിക്കകത്താ. പെന്തക്കോസ്തിന്റെ ശക്തി അതിൻ്റെ ഭക്തിക്കകത്താ. ചാണകം മെഴുകിയ തറയ്ക്കകത്തും ഓലക്കീറിനകത്തും കല്ലേറ് ഭയപ്പെട്ട് കല്ലേറിൻ്റെ നടുവിൽ ആരംഭിച്ച പ്രസ്ഥാനം വളർന്നതിൻ്റെ കാരണം പണത്തിൻ്റെ മിടുക്കോ സായിപ്പുമാരുടെ ഒത്താശയോ അല്ല. പകരം നെഞ്ചും നെറ്റിയും കൊടുത്ത് ദൈവത്തിന് വേണ്ടി നിവരെ നിൽക്കുന്നവരുണ്ടായിരുന്നു. പണ്ടുകാലത്തെയൊക്കെ പ്രസംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്നത് സമാഗമന കൂടാരത്തിൻ്റെ നിവരെ നിൽക്കുന്ന 48 പലകകളെ കുറിച്ചായിരുന്നു. ഓരോ ശുശ്രൂഷ, ഓരോ കൺവെൻഷൻ കഴിയുമ്പോഴും കർത്താവ് എന്ത് തരുമെന്ന് ചിന്തിച്ചല്ല ജനം ഇറങ്ങിയത്. കർത്താവിന് വേണ്ടി നമുക്കെന്ത് ചെയ്യാൻ കഴിയും? ഭക്തിയുള്ള പുരുഷാരം ജീസസ്. ഈ ഭക്തിക്കകത്താണ് പെന്തക്കോസിനകത്ത് എന്ത് വ്യാപരിച്ചത്? ശക്തി വ്യാപരിച്ചത്. ഹോളി സ്പിരിറ്റ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഈ കാലഘട്ടം ശക്തിപ്പെടേണ്ട കാലഘട്ടമാണ്. ദൈവത്തോടൊരു ഭക്തി ഉണ്ടാകട്ടെ. ഉപവാസങ്ങൾ, പ്രാർത്ഥനകൾ, കണ്ണുനീരുകൾ, ദൈവത്തിൻ്റെ സന്നിധിയിൽ വേർപാടുകൾ ഉണ്ടാകട്ടെ. അവിടെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കും. എൻ്റെ സഹോദരങ്ങളെ, 5ാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ വേഗത്തിൽ വരട്ടെ. സ്തോത്രം. യേശു കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ 4 ഭാഗങ്ങളെ ഞാൻ പറയാം. യേശു ജനിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? ദൈവത്തിൻ്റെ ശക്തിയാലാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യത്തിൽ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ. അപ്പോൾ യേശു കർത്താവ് ഉത്ഭവിച്ചത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ശക്തിയാൽ. ഇനി യേശുവിൻ്റെ ശുശ്രൂഷ, ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യം, യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയ്ക്ക്. അപ്പൊ ജനിച്ചത് ശക്തിയാൽ, ശുശ്രൂഷിക്കുന്നത് ആത്മാവിൻ്റെ ശക്തിയാൽ. ഇനി യേശു സ്വർഗാരോഹണം ചെയ്യുകയാണ്. അവിടെ ശിഷ്യന്മാരുടെ അടുക്കൽ അവസാനം പറഞ്ഞ വാക്ക് അപ്പോസ്തല പ്രവൃത്തി 1:8, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾക്ക് ശക്തി ലഭിക്കും. കണ്ടോ, മറിയത്തിന് ആത്മാവിനാൽ ശക്തി, യേശുവിന് ആത്മാവിനാൽ ശക്തി, യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ആത്മാവിനാൽ ശക്തി. ഇനിയും സഭയുടെ ജയജീവിതം എവിടെയെന്ന് നാം ശ്രദ്ധിച്ചാൽ റോമാലേഖനം 15-ാം അധ്യായം 13-ാം വാക്യം, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കും. വിശ്വസിക്കുന്നവന് സന്തോഷവും സമാധാനവും വരണമെങ്കിൽ എന്തോ ഉണ്ടാകണം? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. കേട്ടോ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. എൻ്റെ സഹോദരങ്ങളെ, ഒരു ദൈവ പൈതൽ ശക്തനായി തീരുന്നത് എവിടെയാണെന്നറിയാമോ? പരിശുദ്ധാത്മാവിനാൽ. അതാ അപ്പോസ്തല പ്രവൃത്തി 10:38 പറഞ്ഞു, പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്യപ്പെടുക. We need a power anointing, ഒരു ശക്തിയുടെ അഭിഷേകം. സ്തോത്രം. ഇന്ന് ഇതിനകത്തിരിക്കുന്ന എൻ്റെ ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, ഒരു ദിവസം എത്ര നേരം നിങ്ങൾ അന്യഭാഷകളിൽ സംസാരിക്കുന്നു? നിങ്ങളുടെ രാത്രി പ്രാർത്ഥനകളിൽ നിങ്ങൾ എത്ര മിനിറ്റുകൾ അന്യഭാഷയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുന്നു? നിങ്ങൾ പരിശുദ്ധാത്മാവിൽ എത്ര നേരം പ്രാർത്ഥിക്കുന്നു? നിങ്ങൾ പരിശുദ്ധാത്മാവിൽ എത്ര നേരം ആരാധിക്കുന്നു? നിങ്ങളുടെ സഭയിൽ എത്ര പാട്ട് പാടുന്നു എന്നുള്ളതല്ല, നിങ്ങൾ എത്ര നേരം അന്യഭാഷകളിൽ പരിശുദ്ധാത്മാവിൽ നിറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരാകും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകും. ഞാൻ മുൻപോട്ട് പോകാം സഹോദരങ്ങളെ. സ്തോത്രം. ആർക്കാണ് ദൈവം ശക്തി നൽകുന്നത്? 29-ാം സങ്കീർത്തനം 11-ാം വാക്യം പറയുകയാണ്, ദൈവം തൻ്റെ ജനത്തിന് ശക്തി നൽകും. ആർക്കേ ദൈവം ശക്തി കൊടുക്കത്തുള്ളൂ? തൻ്റെ ജനത്തിന്. നാട്ടുകാർക്ക് വഴിയെ കൊണ്ടുവന്ന് ആപ്പേല് മത്തിവിക്കുന്നത് പോലെ കൊടുക്കുമെന്നല്ല പറഞ്ഞത്, തൻ്റെ ജനത്തിന്. ബലയാം നോക്കിയിട്ട് പറഞ്ഞു, ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല, ദൈവം അവനോടുകൂടെ ഇരിക്കും. വേർപാടുള്ളവന് ദൈവത്തിന് വേണ്ടി ഒരുത്തൻ നിന്നാൽ ദൈവത്തിൻ്റെ ജനത്തിന് ദൈവം ശക്തി നൽകും. ദൈവത്തിൻ്റെ ജനത്തിന് ദൈവം ശക്തി നൽകും. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിൽ ഹന്ന പ്രാർത്ഥിച്ച് പ്രവചിക്കുമ്പോൾ പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിൻ്റെ 10-ാം വാക്യത്തിൽ തൻ്റെ രാജാവിന് ദൈവം എന്തോ ചെയ്യും? ശക്തി കൊടുക്കും. തൻ്റെ രാജാവിന്. നാട്ടും പുറത്തുള്ള എല്ലാ രാജാക്കന്മാർക്കും കൊടുക്കുമെന്നാണോ പറഞ്ഞത്? തൻ്റെ രാജാവിന്. നിങ്ങൾക്കറിയാമോ? സ്തോത്രം. ഈ ശമൂവേലിൻ്റെ പ്രവാചക പുസ്തകം ആരംഭിക്കുമ്പോൾ
ഹന്ന പ്രാർത്ഥിക്കുമ്പോൾ ഇസ്രായേലിൽ ഒരു രാജാവില്ല. രാജാവെന്ന രാജ്യത്തിൽ ഇല്ലാതിരുന്നിട്ടും ഈ അമ്മച്ചി പ്രവചനാത്മാവിൽ പറയുക, ഇസ്രായേലിൽ ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന ഒരു രാജാവ് എഴുന്നേൽക്കും. അവൻ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവനായിരിക്കും. അവന് ദൈവം ശക്തി കൊടുക്കും. ഫോർ ഹിസ് കിങ്. ദൈവത്തിനു വേണ്ടി ഒരുത്തൻ സമർപ്പിക്കപ്പെട്ടാൽ, ഇഫ് യു ക്യാൻ സെപ്പറേറ്റ് യുവർ സെൽഫ് ഫോർ ഗാഡ്, യു ക്യാൻ ബി സ്ട്രോങ് ഇൻ ഗാഡ്. ദൈവത്തിൻ്റെ ജനത്തിന് ഞാൻ ഒറ്റ വാക്യത്തിൽ അവസാനിപ്പിക്കുകയാണ്. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, യേശു കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു ഗത്സമനയിലേക്ക് പ്രാർത്ഥിക്കുവാൻ കയറിപ്പോയി. ശിഷ്യന്മാരുടെ അടുക്കൽ പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. യേശു അവരെ വിട്ടൊരു കല്ലേറ് ദൂരം വാങ്ങിപ്പോയി. യേശു മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. യേശു ആരംഭത്തിങ്കൽ, ഞാൻ ആ ഒരു ഭാഗത്ത് ഒരു 2 മിനിറ്റിൽ വിശദീകരിച്ച് മുമ്പോട്ട് പോകാം. യേശു ആരംഭത്തിങ്കൽ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയാമോ? പുത്രപ്രാർത്ഥനയാണ് യേശു പ്രാർത്ഥിക്കുന്നത്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം. ഇവിടെ ആരോടാ പ്രാർത്ഥിക്കുന്നത്? പുത്രൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ യേശുവിന് മനസ്സിലായി, ഞാൻ പുത്രൻ എന്നുള്ള സ്ഥാനത്തിൽ നിൽക്കുന്നിടത്തോളം എനിക്ക് ഈ നാഴികയിലേക്ക് കയറാൻ കഴിയത്തില്ല. എന്നാൽ 3-ാം പ്രാവശ്യം യേശു കടന്നു എന്ന് മുട്ടുകുത്തി ഇങ്ങനെ പറഞ്ഞു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമാകട്ടെ. ഇത് ആരോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാ? ദാസൻ യജമാനനോട് പ്രാർത്ഥിക്കുക. ഇതാണ് ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്. സ്തോത്രം. പൗലോസ് പറഞ്ഞത്, അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. എവിടെയാ യേശു ദാസരൂപം എടുക്കുന്നത്? ഗത്സമനയിലെ പ്രാർത്ഥനാ മുറിപ്പായിൽ, പ്രാർത്ഥനയുടെ പാറപ്പുറത്ത് യേശു പുത്രത്വം വെടിഞ്ഞ് ദാസ്യത്വത്തിലേക്ക് ഇറങ്ങി നിന്നിട്ട് പറയുക, ഓ മാസ്റ്റർ, ദൈ വിൽ ബി ഡൺ. യജമാനനെ, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ദാസനെ പോലെ പ്രാർത്ഥനാ പാറയിൽ മുട്ടുകുത്തിയ യേശു അടുത്തത് കാണുന്നത് എന്താണെന്നറിയാമോ? 43-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശുവിനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. ഇന്ന് രാത്രി എനിക്കതിൽ നിന്ന് 2 കാര്യങ്ങൾ പറയാനുണ്ട്. എപ്പോൾ ദൈവേഷ്ടത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നോ, അപ്പോൾ ശക്തിപ്പെടാൻ തുടങ്ങും. തന്നേ തീരൂ, തന്നില്ലെങ്കിൽ ഞാൻ ഈ ഉപവാസം നിർത്തത്തില്ല, ചാകുന്നിടം വരെ ഞാൻ ഇവിടെ കിടക്കും. എൻ്റെ കർത്താവേ, നീ എന്നെ വിളിച്ചതാണെങ്കിൽ ഇന്ന് രാത്രി 2-1 അവിടെ അല്ല ദൈവശക്തി നൽകുന്നത്. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, ഞാൻ നിന്റെ ദാസനാ എന്ന് പറഞ്ഞ് ഒരുത്തൻ അങ്ങോട്ട് താഴാൻ തുടങ്ങിയാൽ അവൻ താഴ്മയുള്ളവർക്ക് കൃപയോടുകൂടെ ശക്തിയും നൽകാം. പക്ഷെ എവിടെയാണ് ആ ശക്തി ലഭിച്ചതെന്നറിയാമോ? ആ പ്രാർത്ഥനാ സമയത്ത് തൻ്റെ സ്നേഹിതർ കിടന്നുറങ്ങുകയാ. ഇത്ര 3.5 വർഷമായിട്ട് കൂടെ നിന്നോമാരിപ്പോൾ എന്ത് ചെയ്യുക? അവിടെ കിടന്നുറങ്ങുകയാ. ആ സമയത്ത് യേശു അടുത്ത ഒരു റലത്തിലേക്ക് കയറുകയാ, ഏഞ്ചലിക് റലത്തിലേക്ക്. എൻ്റെ സഹോദരങ്ങളെ, യേശു മരുഭൂമിയിൽ പ്രാർത്ഥിച്ചപ്പോൾ പിശാചി വിട്ടുപോയി, ദൂതന്മാര് വന്നു. എന്നാൽ ഗത്സമനയിൽ പ്രാർത്ഥിച്ചപ്പോൾ സ്നേഹിതന്മാര് വിട്ടുപോയി, ദൂതൻ ഇറങ്ങി വന്നു. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ഒരു 60 വയസ്സിന് മുകളിലുള്ളവരുടെ അടുക്കൽ ഞാൻ ചോദിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിന് താഴെ ഉള്ളവരുടെ അടുക്കൽ ഞാൻ ചോദിക്കുക, പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് തലവേദന മാറിയിട്ടുണ്ട്, പ്രാർത്ഥനയിൽ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട്, പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ പ്രാർത്ഥനയിൽ എപ്പോഴെങ്കിലും ദൈവത്തെയോ ദൈവത്തിൻ്റെ ദൂതനെയോ കണ്ടിട്ടുണ്ടോ? അതാണ് പ്രാർത്ഥന. ഏഞ്ചലിക് റലം ഓപ്പൺ ആകണം, ആത്മതലം തുറക്കണം. അതാ പ്രാർത്ഥന. യേശു പ്രാർത്ഥിച്ചു, ദൂതമണ്ഡലം തുറക്കാൻ തുടങ്ങി, അവിടെ ശക്തിപ്പെടാൻ തുടങ്ങി. എവിടെ സ്പിരിറ്റ് റലം ഓപ്പൺ ആകുമോ, എവിടെ ആത്മമണ്ഡലം തുറന്നു വരുമോ, അവിടെയാണ് ശക്തി വ്യാപരിക്കുന്നത്. ഇന്ന് രാത്രികാല നിങ്ങളുടെ പുസ്തകങ്ങളെ ഇരിപ്പിടങ്ങളിൽ മടക്കി വെച്ചിട്ട് ചില മിനിറ്റുകൾ എഴുന്നേറ്റ് നിന്നിട്ട്, റാൽക്കറ്റൽ മെനേശിബി പ്രവോനിയ, അന്യഭാഷകളിൽ
ദേശങ്ങളിൽ മാത്രം കൃപ ലഭിച്ച ദൈവജനം ഏകാഗ്രമായി സംസാരിച്ചു കൊണ്ടിരുന്നാട്ടെ. ഇന്ന് രാത്രി ഇതിനകത്തൊരു പവർ ഇമ്പാർട്ടേഷനോടുകൂടെ ഞാൻ നിങ്ങളെ യാത്ര അയക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലന്മാർ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നുവെന്നാണ് എഴുതിയിരിക്കുന്നത്. അവർ കൈവച്ചപ്പോൾ ആത്മാവ് അവരുടെ മേൽ വന്നുവെന്നാണ് പറയുന്നത്. ഇന്ന് രാത്രി ഒരു ദൈവശക്തിയുമായി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകട്ടെ. ഒരു ഏഞ്ചലിക് റലം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി സ്വർഗം ഇതിനകത്ത് ഓപ്പണാക്കുന്ന രാത്രിയാ. ആഗ്രഹിക്കുന്ന ദൈവമക്കളെല്ലാം കണ്ണുകളെ അടച്ചാട്ടെ. കർത്താവെ, സങ്കടം പറഞ്ഞുള്ള പ്രാർത്ഥനയല്ല, വേദന പറഞ്ഞുള്ള പ്രാർത്ഥനയല്ല, വിടുതൽ കിട്ടുന്ന പ്രാർത്ഥനയല്ല, പകരം ദൂതനിറങ്ങുന്ന ഒരു പ്രാർത്ഥനാ മുറി. ഇന്ന് രാത്രി കൺവെൻഷൻ കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ പോ. ഞാൻ ഉറപ്പായി പറയുന്നു, പരിശുദ്ധാത്മാവിനാൽ ഞാൻ പ്രാപിച്ച കൃപയ്ക്കകത്ത് നിന്നുകൊണ്ട്, ദൈവം എന്റെ മേലിട്ട അഭിഷേകത്തിനകത്ത് നിന്നുകൊണ്ട്, ദൈവം എന്റെ മേൽ വ്യാപരിപ്പിക്കുന്ന ഇമ്പാർട്ടേഷന്റെ അതോറിറ്റിക്കകത്ത് നിന്നുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങളെ ദൂതനെ കണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ തലത്തിലേക്ക് ഇന്ന് രാത്രി നിങ്ങൾ ഷിഫ്റ്റായി തുടങ്ങുക. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ദൈവം എനിക്ക് നൽകിയ അഭിഷേകത്തിന്റെ അധികാരത്തിൽ, ഇമ്പാർട്ടേഷന്റെ അതോറിറ്റിയിൽ നിന്ന് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നു, believe and receive an angelic realm in your prayer life. ഇതാ ഇന്ന് രാത്രി ഈ മിനിറ്റുകളിൽ തന്നെ ചിലരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇമ്പാർട്ട് ചെയ്യട്ടെ. ഹോളി സ്പിരിറ്റ്, അപ്പോസ്തലന്മാർ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ മേൽ ആത്മാവ് വന്നുവെന്ന് എഴുതിയ വചനത്തിന്റെ റിപ്പറ്റീഷൻ അകത്ത് നിന്ന് ഒരു അസാധാരണമായ പ്രാർത്ഥനാ തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചിലരെ ഷിഫ്റ്റ് ചെയ്യുക. അസാധാരണമായ ദൈവ കൃപയിലേക്ക് പരിശുദ്ധാത്മാവ് ഷിഫ്റ്റ് ചെയ്യുക. നീ മനുഷ്യനെ കണ്ടല്ല, നീ പ്രശ്നങ്ങളെ കണ്ടല്ല, നീ പോരാട്ടങ്ങളെ കണ്ടല്ല, നീ ദൂതനെ കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഹോളി സ്പിരിറ്റ്, ഇതാ പരിശുദ്ധാത്മാവ് ചിലരെ കണക്ട് ആക്കുന്നു, ആത്മമണ്ഡലവുമായിട്ട് കണക്ട്